ഐ തിങ്ക് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വചനഭാഗം നിങ്ങൾ കേൾക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കർത്താവിനൊരു വലിയ പദ്ധതി ഉണ്ടെന്ന് ഞാൻ ഉറപ്പായിട്ട് കണ്ണും പൂട്ടി 1% പോലും സംശയമില്ലാതെ ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാൾ അധികമായിട്ട് എനിക്ക് ആവശ്യമുള്ള വചനമാണ് ഞാനിത് പറയാം. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് ആവശ്യമുള്ള ഒരു വചനമാണ്. അത് നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സഹനങ്ങളില്ലാത്തവരുന്ന് കൈയുയർത്തു. സഹനങ്ങളില്ലാത്തവരുന്ന് കൈയുയർത്തു. ഉണ്ടല്ലോ, എന്തു ആവട്ടെ, എന്ത് സഹനമാവട്ടെ. നമ്മൾ ഈ ജനറലി 3-4 ടൈപ്പ് സഹനങ്ങൾ കാണാറുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോകണം, ശ്രദ്ധിച്ചിരുന്നേക്കണം, 1 മിനിറ്റ് പോലും ശ്രദ്ധ കളയരുത്. ഒരു 3-4 ടൈപ്പ് സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. 1, ദൈവം അനുവദിച്ച സഹനങ്ങൾ. ഉണ്ടോ? ഉണ്ട്. 2, ഞാൻ എൻ്റെ മണ്ടത്തരം കൊണ്ട് ഒപ്പിച്ചു കൊണ്ടുവരുന്ന ചില സഹനങ്ങൾ. ഉണ്ടോ? ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചു, ഞാൻ പരീക്ഷയ്ക്ക് മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു, അയ്യോ എൻ്റെ അന്ന് പറഞ്ഞ് തുടങ്ങിപ്പോയതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, എൻ്റെ അല്ല, ഞാനൊക്കെ കോപ്പി അടിച്ചാൽ അതെവിടെയാണ് കടലാസ് വെച്ചെന്ന് പോലും ഞാൻ മറന്നു പോകാറുണ്ട്. അങ്ങനത്തെ കഥഭാഗ്യനാണ് ഞാൻ. ശ്രദ്ധിക്കും, ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതിന് പകരം ഞാനിരുന്ന് കോപ്പി കടലാസ് തയ്യാറാക്കി ചെന്നു, സാറ് പിടിച്ചു, സഹനം വന്നു, ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി, പരീക്ഷ അടിബാർ ചെയ്തു. സഹനം. കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരുടെ മണ്ടത്തരാണ്? എൻ്റെ തെറ്റുകൊണ്ട് ഞാൻ വരുത്തുന്ന സഹനങ്ങൾ. 2, മൂന്നാമത്തെ സഹനം, മറ്റൊരാളുടെ തെറ്റ് കാരണം എനിക്ക് വരുന്ന സഹനം. ഉണ്ടോ? ഞാൻ മര്യാദയ്ക്ക് ഇപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നു, അവിടുന്ന് ഒരാൾ കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് വരുന്നു, എൻ്റെ നെഞ്ചത്ത് കയറണ്ട, എൻ്റെ വണ്ടിയുടെ ബമ്പറിനിട്ടിരിക്കുന്നു, വണ്ടി ചളുകുന്നു. ഒരു സഹനമാണ്, ശരിയാണോ? എനിക്കൊരു ഞെട്ടലുണ്ടാകുന്നു, സഹനം. മറ്റൊരാളുടെ തെറ്റ് കാരണം എനിക്ക് സഹനം വരാം. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്. ഞാൻ എൻ്റെ തെറ്റുകൾ കൊണ്ട്, എൻ്റെ അബദ്ധങ്ങൾ കൊണ്ട്, എൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന സഹനങ്ങളുണ്ട്. ഞാൻ വളരെ നിഷ്കളങ്കനായിട്ട് വിശുദ്ധനായിട്ട് ഞാൻ ഏറ്റവും പ്രാർത്ഥനയിലായിരിക്കുന്ന സമയത്തും മറ്റൊരാളുടെ തെറ്റ് കാരണം എൻ്റെ ഉള്ളിലേക്ക് വരുന്ന സഹനങ്ങളുണ്ട്. വേറെ ഒന്ന് ജനറലായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ വരുന്ന ചില ദുരന്തങ്ങളുണ്ട്. ശരിയാണോ? മനുഷ്യൻ പ്രവർത്തിച്ചത് മൂലമായിരിക്കാം, ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. എന്തു തന്നെ ആവട്ടെ, 4-മത്തെ ഒരു സഹനാണ് പിശാച് നമ്മുടെ ജീവിതത്തെ അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. കൊണ്ടുവരുന്ന നമ്മളെ ശ്വാസം മുട്ടിച്ച് കളയുന്ന ചില സഹനങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് സഹനത്തെക്കുറിച്ചാണ്. ഫസ്റ്റ് സഹനം, അതായത് ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ, തിന്മയ്ക്ക് ചിലപ്പോൾ ഈശോ പെർമിഷൻ കൊടുക്കുന്ന സഹനങ്ങൾ. ദൈവം അനുവദിക്കുകയും തിന്മ നമ്മുടെ നേരെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി കർത്താവ് അനുവദിക്കുകയും ചെയ്യുന്ന ചില സഹനങ്ങളുണ്ട്. അത് നമ്മളെ നശിപ്പിച്ച് കളയാനല്ല, കർത്താവിൻ്റെ ശിക്ഷയല്ല. ശിക്ഷണം നമ്മുടെ ഉള്ളിലുള്ള ശക്തി ഒന്നുകൂടെ പുറത്തു വരാനും, നമ്മൾ ആ സഹനത്തെ അതിജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കുറേ പേർക്ക് പ്രചോദനമാവാനും ചില സഹനങ്ങൾ ഈശോ അനുവദിക്കും. ചിലപ്പം നമ്മുടെ മേലൊരു കളി കളിക്കാൻ തിന്മയെ അനുവദിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പുസ്തകം കയറി വരും. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതൊരു പുസ്തകം എടുത്താലും എൻ്റെ ലൈഫ് ഇതാണല്ലോ എന്ന് ചിന്തിക്കാൻ നമ്മുടെ പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി വരുന്ന പഴയ നിയമത്തിലെ ഒരു പുസ്തകം ഒച്ചത്തി പറഞ്ഞു, ജോലിയുള്ളവരും ബുക്ക് ഓഫ് ജോബ്. അല്ലേ? കർത്താവ് അനുവദിച്ച ചില സഹനങ്ങൾ, പിശാചിനോട് ജോബിനെ ഒന്ന് പരീക്ഷിച്ചോ എന്ന് പറഞ്ഞ ചില സഹനങ്ങൾ. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ജോബിൻ്റെ സഹനങ്ങളെക്കുറിച്ച് മാത്രമല്ല, ജോബിൻ്റെ പുസ്തകത്തിലെ 42 അധ്യായങ്ങളെക്കുറിച്ച് മാത്രമല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു 3-4 പേര് അതിനകത്തുണ്ട്. ജോബ് മാത്രമല്ല, ജോബിന് ഈ സഹനത്തിൽ പിടിച്ചു നിൽക്കാൻ വലിയൊരു ശക്തിയായിരുന്നു ഒരു 3 കൂട്ടുകാർ. ബിൽദാദ്, എലിഫാസ്, സോഫാർ, പിന്നെ ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന ഒരു ചേട്ടായി അവസാനം. നമ്മളിന്ന് ആ മനുഷ്യരുടെ ചില വാക്കുകളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോവാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. വലതുവർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം എടുക്കാമോ? 1-ാമത്തെ എടുക്കുക. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുക. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പഴയ നിയമ പുസ്തകം ഇതാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാൻ പോവാണ്. ചിലപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മുടെ ജീവിതം ഒന്നും അല്ല, സഹനം ഒന്നും അല്ല. എന്താണ് ഈ സഹനത്തിൻ്റെ പിന്നിൽ? ഈ സഹനത്തെ അതിജീവിക്കാൻ എങ്ങനെ പറ്റും? പിടിച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ പ്രത്യാശ പതുക്കെ വളർത്തിയെടുക്കാം? ഈ നന്മ എവിടെ വരെ എത്താൻ സാധ്യതയുണ്ട്? ഈ തിന്മയെ കർത്താവ് എത്രത്തോളം അനുവദിക്കാറുണ്ട്? അത് അനുവദിച്ചാൽ അതിനെ എങ്ങനെ കർത്താവ് ശക്തി തരും എന്നൊക്കെ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകാൻ. വലതുവർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നിവർന്നിരുന്നേ. ബൈബിൾ എടുത്ത് കൈപ്പിടി. ജോബിനെ കുറിച്ച് ബേസിക് ആയിട്ട് ജോബിൻ്റെ ബയോഗ്രഫി ഇതാണ്. ബൈബിൾ എടുത്ത് തുറന്ന് വായിക്കണം കേട്ടോ. നമ്മൾ ഒത്തിരി തവണ വായിച്ചുള്ള പുസ്തകമായിരിക്കാം, വചനങ്ങൾ ഒത്തിരി കാണാപ്പാടം അറിയായിരിക്കാം. എങ്കിലും നമ്മളൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഒന്നുകൂടെ ഒന്ന് റീലേൺ ചെയ്യാൻ പോവാണ്. പരിശുദ്ധാത്മാവ് ഒത്തിരി സഹായിച്ചോളും. ജോബിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്ന 1-ാമത്തെ സാക്ഷി ഇതാണ്. 1-ാമത്തെ അധ്യായം 1-ാം വാക്യം അച്ഛൻ വായിക്കാം. ബൈബിളിൽ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുക. ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത ഇതാണ്: തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തിയിൽ ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. ജോബിനെ കുറിച്ചുള്ള പ്രത്യേകത ഇത് നിങ്ങളെക്കുറിച്ചാണോ? ഉണ്ട്. ജോബിൻ്റെ പുസ്തകമാണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇനി അത് മേലാണ്ട് പറയാണ്ടിരിക്കുക.
കാരണം ജോബിന്റെ ജീവിതമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല. നമ്മളിങ്ങനെയാണോ? തമ്പുരാൻ അറിയാം. വായിച്ചു നോക്ക്. അവൻ തിന്മയിൽ നിന്ന് അകന്ന്, അയ്യോ തലയൊക്കെ താണു പോകുന്നുണ്ട്. 2, ദൈവഭക്തനായി ജീവിച്ചു. നമ്മുടെ അവസ്ഥ നമുക്കറിയാം. 3, അവൻ നിഷ്കളങ്കനും തോറ്റു, നീതിനിഷ്ഠനാണ്, അമ്പയെ പരാജയപ്പെട്ടു. പറയൂ, ഇനി മേലാൽ പറയരുത് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഞാൻ തുടക്കത്തിൽ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇത് 1000 തവണ കേട്ടിട്ടുണ്ട്. അയ്യോ ബൈബിളിൽ ഒരു പുസ്തകം വായിച്ച ആശ്വാസം കിട്ടുന്ന ജോബിന്റെ പുസ്തകം. എന്ത്? നീതിമാൻ സങ്കടപ്പെടും. ജാക്ക് ഫ്രൂട്ട് നോ, നമ്മളെ പോലെ ഒന്നും അല്ല ജോബ്. ജോബ് വേറെ ലെവലാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ജോബിനെ ആദ്യമേ ഒന്ന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ വായിക്കുക. ജോബിന്റെ മറ്റൊരു പ്രത്യേകത 5-ാമത്തെ വാക്യത്തിലാണ്. ശ്രദ്ധിച്ച് ഫോളോ ചെയ്യണം. സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ആ ആഘോഷങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ച് വരുത്തി ശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ജോബിന്റെ പ്രത്യേകതയാണ്. എന്ത്? ഞാൻ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല, എൻ്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയല്ല. മക്കള് ചെറുപ്പക്കാരായിരിക്കാം, അടിച്ചുപൊളിച്ച് ജീവിക്കാതിരിക്കാം, ആ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പിതാവ്. വെറും ബലിയല്ല, പാപപരിഹാര ബലിയും ദഹന ബലിയും. ഞാൻ ചെയ്ത തെറ്റുകൾക്കല്ല, എൻ്റെ മക്കൾ ചെയ്ത തെറ്റുകൾക്ക് വരെ പരിഹാരം ചെയ്യുന്ന നീതിനിഷ്ഠനായ ഒരു നല്ല മനുഷ്യൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമുക്ക് ഇച്ചിരി റിലേറ്റ് ചെയ്യായിരിക്കും അല്ലേ? ഇത് കുറച്ച് റിലേറ്റ് ചെയ്യാം. നീതിനിഷ്ഠന്മാരും നിഷ്ഠികളും, നിഷ്ഠി എന്നൊക്കെയാണ് പറയുന്നത്, ഒന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കാണും ഒരാൾ, പള്ളി പോകാത്ത ഒരാൾ, മിക്ക വീട്ടിലും കാണും. കുമ്പസാരിക്കാത്ത ഒരാൾ, വചനം കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ. പലപ്പോഴും ആളുകൾ എന്നോട് ഒന്ന് പറഞ്ഞു, അച്ഛാ അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചിലരിങ്ങനെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ വീട്ടിൽ ഒരാൾ കുമ്പസാരിക്കില്ല, അയാൾക്ക് പകരം കുമ്പസാരിച്ചോട്ടെ, പറ്റുമോ? ആ ആളുടെ കുമ്പസാരം കൂടെ ഞാൻ പറഞ്ഞോട്ടെ എന്നൊക്കെ കുമ്പസാരത്തിന് മുമ്പൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. പറ്റുമോ? ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരെ എന്തിനാണെന്നറിയോ? ഈശോയുടെ തിരുരക്തം, തിരുജലം ഒഴുകി അവര് നമ്മൾ സ്വീകരിക്കുന്ന ഈശോ, നമ്മൾ ആ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈ പള്ളി പോകാത്ത ഒരാളുടെ അടുത്തേക്കാണ് നമ്മൾ പോണേ. ഈ ചൂടങ്ങ് കയറും. ഒരു ദിവസം ആ ചൂടിൻ്റെ പൊള്ളലറിഞ്ഞ് ആ ആൾ, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, അയാൾ കുമ്പസാരക്കൂട്ടിൽ മുട്ടുമടക്കും. അയാൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഈ ബലിപീഠത്തിൻ്റെ അടുത്തേക്ക് വരും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഉപദേശമൊന്നും അയാൾ കേൾക്കില്ലായിരിക്കും, വഴക്കൊന്നും അയാൾ കേൾക്കില്ലായിരിക്കും, ഉപദേശിക്കുന്നവരെ ചീത്ത പറയുമായിരിക്കും, നിങ്ങളെ കളിയാക്കുമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ആ സ്വീകരിച്ച് ഈശോയും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുക. ഉള്ളിലുള്ള ഒരാൾ ജീവനുള്ള കർത്താവാണ്, മരിച്ചുപോയ ഒരാളല്ല, ഒരപ്പക്കഷ്ണമല്ല. ജീവിക്കുന്ന രക്തം, ജീവിക്കുന്ന ശരീരം, ജീവിക്കുന്ന കർത്താവ്. ഈ ചൂട് അടുത്തയാളെ പൊള്ളിക്കും. നിങ്ങൾ നിരാശപ്പെട്ട് പള്ളിപ്പോക്ക് നിർത്തിയേക്കരുത്. അയ്യോ, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഇയാൾ പള്ളി പോകുന്നില്ലേ, ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ലേ? ചൂട് ആയിട്ടില്ല, ഈ ചൂട് പോരാ അയാളെ പൊള്ളിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ബലി അർപ്പിച്ച് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് പിടികിട്ടിയോ? ജോബിന്റെ പ്രത്യേകത, ദൈവകൽപ്പന പാലിക്കുന്നവൻ, നീതിനിഷ്ഠൻ, വിശുദ്ധൻ, മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവൻ. ഇത് വിശുദ്ധ ഗ്രന്ഥം ജോബിനെ കുറിച്ച് തരുന്ന ഒരു സാക്ഷ്യമാണ്. അവിടെ തന്നെ കർത്താവ് ജോബിനെ കുറിച്ച് ഒരു സാക്ഷ്യം നൽകുന്നുണ്ട്. 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. കർത്താവ് ഇങ്ങനെ ഈ തിന്മയുടെ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ബയോയുടെ എപ്പിസോഡുകളൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ, ഇനി കൂടെ ഇത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജോബിന്റെ പുസ്തകം നമ്മൾ പഠിപ്പിച്ചോന്ന് ഓർത്തേക്കണം. എന്താണ് ഇതിന്റെ സാഹചര്യം എന്നൊക്കെ അതിനകത്ത് പഠിപ്പിച്ചുകൊണ്ട് 1-ാമത്തെ അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ്. കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു. അതായത് പിശാചിനോട് ഇങ്ങനെ കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ, വായിച്ചു, അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? കർത്താവിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. ജോബ് തെറ്റ് ചെയ്യില്ല, ജോബ് മിടുക്കനാണ്. കിട്ടുന്നുണ്ടോ? നമ്മളെക്കുറിച്ച് ഉണ്ടാവോ? ഉണ്ടോ? സാത്താനോട് പോയിട്ട് കർത്താവ് മാലാഖമാരോട് പോലും നമ്മളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നില്ല. അതുകൊണ്ട് വീണ്ടും ഇത് സമ്മതിക്കണം, ജോബിന്റെ പുസ്തകമായിട്ട് എൻ്റെ ജീവിതത്തിന് ഒരു ബന്ധവുമില്ല. കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളിങ്ങനെ വലിയ ആവേശത്തിലൊക്കെ പറയും, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, എടുത്തുകൊണ്ട് പോയാൽ മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ നമ്മൾ പറയായിരിക്കും. അതാണ് നമ്മുടെ ആത്മീയത. ചെറിയ സഹനം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ ഒക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിന്ന് ചില സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചങ്ക് പൊട്ടി പരാതിപ്പെടുന്നില്ലേ? ബട്ട് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദിസ് അപ്രൂവൽ. ഇത് കർത്താവ് നിന്നെക്കുറിച്ച് പറയുന്നുണ്ടോ? നമ്മൾ ചമ്മും, ഭയങ്കരമായിട്ട് ചമ്മും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ.
കർത്താവിൻ്റെ അടുത്ത് പിശാച് ഒരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. കർത്താവിനെ പരീക്ഷിക്കുകയല്ല. നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബയോയുടെ എപ്പിസോഡിൽ പഠിച്ചാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവർത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് സാത്താൻ പോലും തിരിച്ചറിയാണ്, ജോബ് സാധാരണക്കാരനല്ല, അവന് കർത്താവ് നേരിട്ട് സംരക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് സാത്താൻ ഇങ്ങനൊരു കാര്യം പറയാണ്, നീ അവൻ്റെ സമ്പത്തിനെ തൊട്ട് നോക്ക്, നീ അവന് കൊടുത്ത സുരക്ഷിതത്വം ഒന്ന് ഒഴിവാക്കി നോക്ക്, അവൻ തള്ളിപ്പറയും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുവദിക്കാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ചില സാധനങ്ങൾ, ചില സഹനങ്ങൾ പിശാച് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ചിലപ്പോൾ ഒരു സമയം കൊടുക്കും, ഒരു എസ് പറയും. എന്തിനങ്ങനെ കൊടുക്കുന്നതെന്നറിയോ? അതാണ് കർത്താവ് മുമ്പേ പറഞ്ഞേ, ജോബിനെ പോലെ നീതിനിഷ്ഠനായി, ജോബിനെ പോലെ മിടുക്കനായിട്ട് ഒരാൾ ഇല്ല. കർത്താവിനൊരുറപ്പാണ്, ഞാൻ ഇവന്റെ ജീവിതത്തിൽ സഹനം അനുവദിച്ചാലും ഇവൻ എന്നെ തള്ളിപ്പറയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ഉള്ളിലോട്ട് കയറുന്നുണ്ടോ? നമ്മുടെ പ്രശ്നം, നമ്മൾ ഇവിടെയാ തോറ്റ് നിൽക്കുന്നത്. കർത്താവ് അനുവദിക്കേണ്ട, നമ്മളൊരു മണ്ടത്തരം കാണിച്ച് സഹനം വന്നാലും, മറ്റുള്ളവരൊരു തെറ്റ് ചെയ്ത് നമുക്ക് സഹനം വന്നാലും, പ്രകൃതിയിലൊരു ദുരന്തം വന്നാലും നമുക്ക് ഒരു മടിയില്ല കർത്താവിനെ തള്ളിപ്പറയാം. അവിടെയാണ് ജോബും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റിൻ്റെയും ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കില്ല. ഇവിടെ ഒരു സങ്കടം വന്നാൽ, ഇവിടെ ഒരു സഹനം വന്നാൽ അതിനുള്ള എല്ലാ വിരലുകളും നമ്മൾ കർത്താവിനെതിരെ ചൂണ്ടും. ജോബും നമ്മളും തമ്മിലുള്ള വലിയ വ്യത്യാസം അതാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ. കർത്താവ് ചില സഹനങ്ങൾ ജോബിന് അനുവദിച്ചു. ആ സഹനങ്ങൾ നിങ്ങൾ കാണണം. നമ്മുടെ ജീവിതവുമായിട്ട്, വീണ്ടും ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുമായിട്ട് ഇതിനെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. 15-ാമത്തെ വാക്യം പോലെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഷേബാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി ജോബിന്റെ അടുത്ത് വന്ന് ജോബിന്റെ ഭൃത്യന്മാർ വന്ന് പറയാണ്, 1-ാമത്തെ സഹനം വേലക്കാരെ തട്ടിക്കളഞ്ഞു. 15-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരു വന്ന് പറഞ്ഞു, നിന്റെ ആടുമാടുകളും നഷ്ടപ്പെട്ടു. ഇനി 17-ാമത്തെ വാക്യം. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരു വന്ന് പറഞ്ഞു, നിന്റെ ഒട്ടകങ്ങളെ ആക്രമിച്ചു. 18-ാം വാക്യം. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വന്ന് പറയുന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും നഷ്ടപ്പെട്ടു. വചനം ശ്രദ്ധിക്കണേ, ഞാൻ എടുത്തു പറഞ്ഞ ഫ്രേസ് ശ്രദ്ധിക്കണം. ഒരാൾ വന്നിട്ട് പറയാണ്, ജോബേ നിനക്ക് ഇങ്ങനൊരു സഹനം ഉണ്ട്. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്തവൻ വന്ന് പറയാണ്, ആടുമാടുകൾ നഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്തയാൾ വന്ന് പറയാണ്, നിന്റെ ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു. അടുത്തവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ വന്ന് പറയാണ്, ഏറ്റവും വലിയ സഹനം, മക്കളെയും നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ശ്വാസം വിടാൻ സമയം കിട്ടുന്നില്ല. ഉണ്ടായ സഹനത്തെക്കുറിച്ചൊന്ന് കരയാൻ പോലും സമയം കിട്ടുന്നില്ല. അത്ര വലിയ ദുരന്തങ്ങൾ ജോബ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറ ഹല്ലേലൂയാ. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ജീവിതകാലം മുഴുവൻ സഹിച്ചുകൊണ്ടിരിക്കുന്നവർ, കടബാധ്യത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവർ. എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ മുമ്പിലിരിപ്പുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മനുഷ്യരെ. ആകെയുള്ള പ്രത്യാശ ബലിയർപ്പിക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെ നിൽക്കുകയാണ് ചില മനുഷ്യർ. എനിക്ക് തന്നെ കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. കർത്താവേ, എന്ന് നീ ഇവർക്ക് ഉത്തരം കൊടുക്കും? ചിന്തിക്കാൻ പറ്റിയാലത് സങ്കടമാണ്. എൻ്റെ കൂട്ടുകാരനൊരു അച്ഛന് 500 രൂപ ഞാൻ കൊടുക്കാണ്ട്. എന്ന് കൊടുക്കാൻ പറ്റുമെന്ന് ഓർത്തോണ്ടി. 500 രൂപ ഉണ്ട് കേട്ടോ, അത്രയ്ക്ക് ദരിദ്രവാസി അല്ല. മേടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൊടുക്കാൻ എന്താണോ. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് എന്തോ ഒരു മറന്നു. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളാണ്. നമുക്ക് ചിലപ്പോൾ 500 രൂപയോ 1000 രൂപയോ 10,000 രൂപയൊക്കെ കടമായിരിക്കും, അല്ലേ? പറയുന്നു, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ ഇടയിൽ, നാളെ ഇത് ഓൺലൈനിൽ കേൾക്കുന്ന മനുഷ്യരുടെ ഇടയിൽ കോടിക്കണക്കിന് രൂപ. ഞങ്ങളുടെ ഹീൽ ധ്യാനത്തിന് കഴിഞ്ഞ 8-ാമത്തെ ഹീൽ ധ്യാനത്തിനാണെന്ന് എൻ്റെ ഓർമ്മ, 3.25 കോടി രൂപയുടെ കടം. ബിസിനസ് തകർന്നു പോയെന്ന് വെച്ചാൽ പാർട്ട്ണർ ചതിച്ചാൽ 3.25 കോടി രൂപയുടെ കടം. അത്രയും കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പൊറോട്ട കഴിക്കാമായിരുന്നു, അല്ലേ? അങ്ങനെ ആലോചിക്കാൻ ആ മനുഷ്യരുടെ സങ്കടം നിങ്ങൾ ഓർത്ത് നോക്കി. നമ്മളിവിടെ 10,000 രൂപ കടം, 1,00,000 രൂപ കടം, ഇങ്ങനെ പിടിച്ചു നിർത്തും. ധ്യാനം കൂടാൻ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ബലിയർപ്പിക്കുന്നു. ഇപ്പം ഇവിടെ ഉണ്ട്, എൻ്റെ മുമ്പിലുണ്ട്, എനിക്ക് അറിയാവുന്നതാണ് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു. എങ്ങനെ പിടിച്ചിരിക്കുന്നു? ബലിയർപ്പിക്കുന്നു, ആരാധനയ്ക്കിരിക്കുന്നു. മനുഷ്യർ ശ്വാസം വിടാൻ സമയം കിട്ടുന്നില്ല, അത്രമാത്രം സഹനങ്ങൾ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ.
സന്തോഷമില്ലെന്നറിയാം, എന്നാലും ശക്തിയോട് പറ ഹല്ലേലൂയാ. പ്രത്യാശയാണ്. ഈ ലോകത്തിൽ സഹനങ്ങൾ വരുമ്പോഴും ശരീരവും മനസ്സും ഒക്കെ തളർന്നു പോകുമ്പോഴും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലെ സഹനങ്ങൾ നിസ്സാരമാണ്, ക്ഷണികമാണ്. ഒരുക്കി വച്ചിരിക്കുന്നതോ അനുപമമായ മഹത്വം. 10,000 രൂപ കടമായാലും 1 കോടി രൂപ കടമായാലും ഉറക്കത്തിലും ഉണർവിലും അവിടുത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ശക്തിയോട് പറ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാണ്, അങ്ങനെ ഒരു പ്രത്യാശയോടെ നിങ്ങൾ നിൽക്കുകയാണ്. ജോലി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈശോയെ വേണം, ജോലി ഇല്ലാത്തപ്പോഴും ഈശോയെ വേണം, മക്കൾ ഇട്ടേച്ച് പോയപ്പോഴും ഈശോയെ വേണം, മക്കൾ തിരിച്ചു വന്നപ്പോഴും ഈശോയെ വേണം. നിങ്ങൾ അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്താൽ പ്രത്യാശിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അച്ഛൻ ഇവിടുന്ന് ചുമ്മാ പറയല്ല, ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ജോബിന് മറ്റൊരു സഹനം വരികയാണ്. ആ സഹനത്തിന്റെ വേദന ഇങ്ങനെയാണ്. ജോബിന് ഇതെല്ലാം വന്നിട്ട് ജോബ് തള്ളി പറഞ്ഞോ? ഇല്ല. സാത്താൻ അടുത്ത പരീക്ഷണം കൊണ്ട് വരികയാണ് കർത്താവിന്റെ അടുത്തേക്ക്. ജോബിനെ ഒന്നുകൂടെ പരീക്ഷിക്കാൻ വിട്ടു തരണം, അവനെ നീ തൊടണം. ഇത്രയും നേരം തൊട്ടത് ആട്, പശു, കൃഷി, ബിസിനസ്, ജോലി പോയി, കടം വന്നു, പരീക്ഷ തോറ്റു. ഇതൊന്നും പോരാ. ഇവൻ ഇതുവരെ കർത്താവിനെ തള്ളി പറഞ്ഞില്ലേ, വീണ്ടും ഒരു പരീക്ഷണം കൂടെ കൊടുക്കാൻ പെർമിഷൻ ചോദിക്കുകയാണ് പിശാച്. കർത്താവിന് ഒരു ഉറപ്പാണ്, ഇവിടെയും ജോബ് എന്നെ തള്ളിപ്പറയില്ല, ഇവിടെയും ജോബ് തള്ളിപ്പറയില്ല. അവസാനത്തെ പരീക്ഷണം എന്താണെന്നറിയോ? പിശാച് പറയാണ്, ഇവനെ തൊട്ടില്ലല്ലോ, ഭാര്യയെ തൊടുന്നു, മക്കളെ തൊടുന്നു, വീടിനെ തൊടുന്നു, രോഗം വരുന്നു, പക്ഷെ ഇനി ഇവനെ തൊടണം. അങ്ങനെ ജോബിന് രോഗം വരികയാണ്, കഠിനമായ രോഗം. പഴയ നിയമ പശ്ചാത്തലത്തിൽ, യഹൂദ പശ്ചാത്തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശാപം കുഷ്ഠരോഗം. ശരീരത്തിൽ നിന്ന് മാംസം ഇറങ്ങിപ്പോകുന്ന, അഴിഞ്ഞു പോകുന്ന ദുരിതം, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രോഗങ്ങളുടെ അങ്ങേയറ്റം. ജോബ് തള്ളി പറയുമെന്ന് പിശാച് പറഞ്ഞു. കർത്താവ് അനുവദിച്ചു ജോബിന് ഈ സഹനം. കാരണം കർത്താവിന് ഒരു ബോധം ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു, ജോബ് എന്നെ തള്ളി പറയില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ, ഇങ്ങനെ ഒന്നും പറയല്ലേ എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. എൻ്റെ മക്കളെ, നമ്മളെ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ഒറ്റ കാര്യം ഇത് ഉള്ളിലോട്ട് നിറഞ്ഞോ. ഇപ്പോ നിനക്ക് തോന്നുകയാണ്, എന്തിന് ഇത്രയും വലിയ സഹനം, എന്തിന് ഇത്രയും കാലമായിട്ട് ഈ സഹനം, എന്തിന് വിട്ടുമാറാത്ത ഈ രോഗം, എന്തിന് ഒരു ഉത്തരവും കിട്ടാത്ത ഈ ചോദ്യം എൻ്റെ മുമ്പിൽ. ഒരു ഉറപ്പ് ഇങ്ങനെയാണ്, ഇത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് എടുത്തോ. കർത്താവിനൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട്, നീ തള്ളിപ്പറയില്ലെന്ന്. ഈ രോഗം മറ്റൊരാൾക്കാ കൊടുത്തെങ്കിൽ അവൻ തള്ളിപ്പറഞ്ഞേനെ, ഈ കടം മറ്റൊരാൾക്കാ കൊടുത്തെങ്കിൽ അവൻ തള്ളിപ്പറഞ്ഞേനെ. നിനക്ക് ഈ രോഗം ഇപ്പോൾ ഉണ്ട്, ഇപ്പം ഈ സഹനമുണ്ട്, ഇപ്പം നീ തോറ്റു നിൽക്കുകയാണ്, നിനക്ക് പിടിച്ചു നിൽക്കാൻ ശ്വാസം വിടാൻ കിട്ടാത്ത സഹനത്തിൽ കൂടെ കടന്നു പോവാണ്. എന്തിന് എന്ന് കർത്താവിനോട് ചോദിച്ചാൽ കർത്താവിന് ഒറ്റത്രേ ഉള്ളൂ, നീ തള്ളിപ്പറയലെന്ന് എനിക്കറിയാടാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് മാനുഷികമായിട്ട് എനിക്കറിയില്ല. ഇതിനാണോ ഒരാൾക്ക് സഹനം കൊടുക്കുന്നത് അറിയില്ല. പക്ഷേ ഈ ഒരു ബോധമേ നമ്മളെ ശക്തിപ്പെടുത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എനിക്ക് സഹനം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അപ്രൂവലാണ്. കർത്താവിന് ഉറപ്പുണ്ട്, ഞാൻ തള്ളിപ്പറയില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് മനസ്സിലാവണുണ്ടോ? ദഹിക്കുമോ ഇത്? തള്ളിപ്പറയില്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾ ആരും തള്ളിപ്പറയില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ജോബിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? ജോബ് 2 അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിന്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും. ഇവിടെ ഇരിക്കുന്ന കുറേ എണ്ണങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇനി ഉത്തരം തരാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കർത്താവിനെ നിനക്ക് എന്നാത്തിന് വേണം? യൂട്യൂബിലെ നിരീശ്വരവാദികൾ നമ്മളോട് ചോദിക്കുകയാണ്, പുസ്തകം വായിക്കാത്ത നിരീശ്വരവാദികൾ നമ്മളോട് ചോദിക്കുക, ഇത് നിർത്താൻ പറ്റാത്ത കർത്താവിനെ വാട്ട് കർത്താവ്? നിങ്ങൾക്ക് നാണമില്ലേ പള്ളിയിൽ പോകാൻ? നിങ്ങൾക്ക് നാണമില്ലേ ഈ കൊന്തം പിടിച്ചു കൊടുക്കാൻ? നിങ്ങൾക്ക് നാണമില്ലേ ഈ കുരിശിനെ ആശ്രയിക്കാൻ? നിങ്ങൾക്ക് നാണമില്ലേ ബലിയർപ്പിക്കാൻ എന്ന് പറഞ്ഞ് നമുക്കൊരു കോൺഫിഡൻസ് എന്നാണെന്നറിയോ, നമുക്കൊരു ഉറപ്പ് എന്നാണെന്നറിയോ? ഇതാര് എന്നെ തള്ളി പറഞ്ഞാലും ലോകം മുഴുവൻ നമുക്ക് അപ്രൂവ് ചെയ്ത് തരികയാണ്. ലോകത്തിന്റെ മുമ്പിൽ ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് ഈശോയാണ്, ക്രിസ്തുമതമാണ്. അത് ഒളിമ്പിക്സ് വേദികളിലും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വേറെ ആരെയും തള്ളി പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കണ്ട. ആ മതത്തെ കുറ്റം പറഞ്ഞല്ലോ, ഈ ദൈവത്തെ കുറ്റം പറഞ്ഞല്ലോ. എന്തിനാണ് ആ മതത്തെ കുറ്റം പറയണത്? ആ മതത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. ആ ദൈവത്തെ, ആ ദൈവസങ്കല്പത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല.
ശത്രുവായിട്ട് ഒരാളേ ഉള്ളൂ, അത് ഈശോയാണ്, ക്രിസ്തുമതമാണ്. ഇനിയെങ്കിലും അഭിമാനത്തോടെ ജീവിച്ചോ. ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിലേക്ക് അപ്രൂവ് ചെയ്തതിനാണ്. നിങ്ങൾ ശരിയായ പാതയിലാണ്, വഴി കാണിച്ചു തന്നവന്റെ പാതയിലാണ്, വഴി ഞാനാണെന്ന് പറഞ്ഞവന്റെ വഴിയെ തന്നെയാണ്. യു ക്യാൻ ബി പ്രൗഡ് ബീങ് എ ക്രിസ്ത്യൻ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞേനെ, നമ്മളേ പറയുന്നുള്ളൂ. നമ്മുടെ കർത്താവിനെ കുറ്റം പറയുന്നു, നമ്മുടെ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നുള്ളൂ, നമ്മുടെ സഭയെ കുറ്റം പറയുന്നുള്ളെങ്കിൽ വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ചോദിക്കൂ ഇതുപോലെ, കർത്താവിനെ തള്ളിപ്പറ. ഉത്തരം തരാത്ത കർത്താവിനെയാണോ നിങ്ങൾ ബലിയിൽ പോയി കാണുന്നത്? ആ കർത്താവിനാണോ നിങ്ങൾ ബലി അർപ്പിക്കുന്നത്? ഭാര്യ ചോദിക്കുകയാണ്. ഈ ഭാര്യയെ പോലെ ഒരുപാട് പേര് നമ്മുടെ മുമ്പിൽ നിന്ന് ചോദ്യം ചോദിച്ചേക്കാം. ജോബ് പറയുന്ന 2 ഉത്തരങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്, 21:21 ഒരുമിച്ച് വായിക്കാം. 1:21 ഉറക്കെ വായിച്ചേ. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങി. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, ഈ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. 22 ഉറക്കെ വായിച്ചേ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. കർത്താവിൻ്റെ കോൺഫിഡൻസ് കണ്ടോ? ഇതുകൊണ്ടൊന്നും ജോബ് പഴിച്ചില്ല. ഇനി ആ ഭാര്യ വന്ന് പറയുമ്പോൾ ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. 2:10 ജോബ് ഭാര്യയോട് പറഞ്ഞു, വായിക്കാം. ഭോഷത്വം പറയുന്നു, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച് നാം തിന്മ സ്വീകരിക്കാൻ മടിക്കും. നമ്മൾ ആ ഒരു ലെവലിലേക്കൊന്നും എത്തിയില്ലെന്ന് തോന്നുന്നു. നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ വാക്ക് ഇതോട്ട് പോരാ, ജീവിതം പോരാന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ കഷ്ടപ്പാടും കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹം ഓർക്കാറില്ല. ഈ നന്മകളെക്കുറിച്ച് മാത്രം ഓർത്ത പോരാ, ഈ തിന്മകളെക്കുറിച്ച് കൂടെ ഓർക്കണം. ഈ തിന്മയും നന്മയും നമ്മളെ കർത്താവെങ്കിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നന്മ തന്നെങ്കിൽ ചില സഹനങ്ങൾ അനുവദിച്ചാലും സ്വീകരിക്കുന്നതിന് എന്ത് മടി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിനക്ക് ഇച്ചിരി ശ്വാസം തരട്ടെ, നിന്റെ ഞരമ്പിലിച്ചിരി രക്തം തരട്ടെ എന്ന് നിന്നോട് പെർമിഷൻ ചോദിച്ചിട്ടല്ലോ ഇത് തന്നെ, ആണോ? അല്ല. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ചെങ്കിൽ ഇന്ന് ആ ശരീരത്തിൽ ചില രോഗങ്ങളുണ്ട്, ഇന്ന് ആ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. ദൈവം നന്മ അനുവദിച്ചെങ്കിൽ അവൻ തിന്മയും അനുവദിച്ചാൽ നമുക്ക് സ്വീകരിക്കാം. കാരണം ഈ തിന്മയും എന്തായി മാറും? നന്മയായിട്ട് മാറും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്ക് ഇങ്ങനെയാണ്, ഇക്കാര്യങ്ങളിൽ ഒന്നും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം മുഴുവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിക്കും, നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധരോടൊക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലേ. ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കയറാൻ വേണ്ടിയിട്ട് അവരൊക്കെ ശരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇത് തന്നെയായിരിക്കും. ഈ സഹനം വന്നാലും ഈ സങ്കടം വന്നാലും, കർത്താവേ നിന്നെ ഇയാള് തള്ളിപ്പറയല്ലേ. പണ്ട് ആരോ അമ്മയാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല, അമ്മയാണോ ആരോ, കർത്താവിനെ തള്ളിപ്പറയാനുള്ള സങ്കടം ഒന്നും തരല്ലേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചേക്കാം. ബാക്കിയൊക്കെ ഓക്കെയാണ്. കർത്താവ് ഇതുകൊണ്ടൊന്നും നിന്നെ തള്ളിപ്പറയാൻ പറ്റുന്ന രീതിയിലുള്ള സഹനമൊന്നും തന്നേക്കല്ലേ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ മുമ്പിലിരുന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിനും സാധാരണ മനുഷ്യൻ എനിക്കുള്ള ഒരു ഉറപ്പിതാണ്, നിങ്ങൾ കർത്താവിനെ തള്ളിപ്പറയില്ല. കാരണം ഇത്രേ സഹനങ്ങൾ വന്നിട്ട് നിങ്ങൾ പിടിച്ചു നിന്നില്ലേ, ഇത്രേ വേദനകൾ വന്നിട്ട് പിടിച്ചു നിന്നില്ലേ. കർത്താവ് അപ്രൂവ് ചെയ്തൊരു ജീവിതമാണ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ജോബിനെ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ജോബിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് ആയിരുന്നു, അവൻ ദൈവത്തെ തള്ളിപ്പറയില്ല. ഭാര്യ വന്ന് പറഞ്ഞപ്പോഴും വീട്ടിലെ സകലതും നഷ്ടപ്പെട്ടപ്പോഴും ജോബ് കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. നമ്മൾ ഇവിടുന്ന് ഒരു ഫോക്കസ് മാറ്റുകയാണ്. ജോബിനെ കുറിച്ചുള്ളതാണ് ഈ പുസ്തകം. അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജോബിന്റെ 3 കൂട്ടുകാരെ നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ബൈബിൾ എടുത്ത് തുറന്നു പിടിക്കുക. 2-ാമത്തെ അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ജോബിന് സംഭവിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അറിഞ്ഞ 3 സ്നേഹിതന്മാർ, പേരുറക്കെ വായിക്കാം. തേമാന്യനായ എലിഫാസ്, ഷുഹ്യനായ ബിൽദാദ്, നാമാത്യനായ സോഫാർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി. എനിക്ക് തോന്നുന്നു ജോബിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ തുടങ്ങി. ഒത്തിരി നെഗറ്റീവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സഹനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എപ്പോഴും പിടിച്ചു കയറാനൊരു കച്ചിത്തുരുമ്പ് നമുക്ക് ഇട്ടേക്കുമല്ലോ അല്ലേ. ഒരു വഴി എന്തേലും തുറന്നു വെച്ചേക്കും, ഒരു പ്രത്യാശയുടെ ഒരു കിരണം അവിടെ ബാക്കി വെച്ചേക്കും. അങ്ങനെ ജോബിനെ കർത്താവ് ഈ സഹനത്തിൽ നിന്ന് ഉയർത്തിയെടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ട് കൊടുത്തതാണ് ഈ 3 കൂട്ടുകാരൻ. നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഇപ്പം നമുക്ക് സഹനങ്ങൾ, നമുക്ക് വേദനകളൊക്കെ ഉണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ കൂട്ടുകാരോ ഒക്കെ ഒന്ന് വന്ന് എന്നാ പറ്റി എന്നൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴത്തേനും സാരമില്ല എന്ന് അച്ഛൻ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പറഞ്ഞേ ഹല്ലേലൂയാ. അതൊരു ആശ്വാസമാണ്, ശരിയാണോ?
ഈ സഹനം മാറുകയല്ല നമുക്കറിയാം, ഈ കടം മാറുകയല്ല നമുക്കറിയാം. എന്നാലും ആരെങ്കിലുമൊക്കെ അടുത്ത് വന്നിട്ട് സാരമില്ല കേട്ടോ, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരെ തിരിച്ച് ചിന്തിക്കണം. നമുക്കുള്ള സുവിശേഷ ദൗത്യം എന്താണെന്നറിയോ? ഈ വചനം കേൾക്കുന്ന, ധ്യാനം കൂടുന്ന, ബൈബിൾ വായിക്കുന്ന, ഈശോയെ വിശ്വസിക്കുന്ന നമ്മുടെ ആഗ്രഹം, എൻ്റെ സഹനത്തിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവണമെന്നല്ല. ജോബിനെ പോലെ സങ്കടപ്പെടുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ വീട്ടിലുണ്ടാവും. നിങ്ങൾക്ക് ഈ ബിൽദാദും എലിഫാസും സോഫാറും ആകാൻ പറ്റണം. അവരുടെ കൂടെ ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കാൻ. നമ്മുടെ ചിന്ത മുഴുവൻ ഇതാണ്, എന്നെ ആശ്വസിപ്പിക്കാൻ ആൾ വേണം. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റണില്ല, അങ്ങോട്ട് സഹായിക്കാൻ പറ്റില്ല, അങ്ങോട്ട് സഹായിക്കാൻ പറ്റണം. ഈ അടുത്തിടയ്ക്ക് നമ്മളെ ഒത്തിരി സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു അച്ഛൻ, നല്ല മിടുക്കനായ ഒരു അച്ഛൻ, ഫൊറോന വികാരിയായിരുന്ന അച്ഛൻ ജീവിതം അവസാനിപ്പിച്ചു, ആത്മഹത്യ ചെയ്തു. നമുക്ക് വലിയ സങ്കടം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അച്ഛൻ്റെ ആത്മഹത്യ വാർത്ത അറിഞ്ഞ ദിവസങ്ങളിൽ, ആ പിറ്റേ 2 ദിവസത്തിനുള്ളിൽ അമ്മ എന്നെ വിളിച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നിനക്കെന്തായാലും ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും മാനെ എന്തേലും വിഷമമുണ്ട് എന്നോട് പറഞ്ഞേക്കണേ. എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന അമ്മയ്ക്കാണ്, അതിനുള്ള ധൈര്യം നിനക്കില്ലെന്ന് അറിയാം, എന്നാലും എന്തേലും ഉണ്ടേ പറഞ്ഞേക്കണം. നമുക്കറിയില്ലോ അല്ലേ, ഈ നിരാശയ്ക്കും ആത്മഹത്യക്കും ഇടയ്ക്ക് ഒരു കുഞ്ഞു വരയുണ്ട്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് തിരിച്ചു കയറി പോരാൻ വേണ്ടി. നമുക്കറിയില്ല. അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, ചെറുക്ക, എനിക്കൊക്കെ വല്ല വിഷമം വന്നിട്ടുണ്ടെങ്കിൽ പള്ളി പോയിരിക്കാം, പക്ഷെ പള്ളി പോയിരിക്കുന്നതിന് മുമ്പ് കപ്പ്യാർ അവിടെ ഉണ്ടോ നോക്കണം, കവാടങ്ങൾ ഏതെങ്കിലും തുറന്നു കിടക്കുന്നുണ്ടോ നോക്കണം. നിനക്കൊക്കെ എല്ലിനിട കയറിയില്ലേ എന്ത് ഈശോ? ഞങ്ങൾ അങ്ങനെ വല്ലതും നോക്കണോ? കപ്പ്യാരെ വിളിക്കണോ? പള്ളി തുറന്നിട്ടുണ്ടോ നോക്കണോ? ഓടി വരിക, സക്രാരി തുറക്കുക, ഈശോയെ നോക്കി അവിടെ ഇരിക്കുക, എനിക്ക് ഈ സങ്കടം ഉണ്ടെന്ന് പറയുക. നമുക്കറിയില്ല സാഹചര്യങ്ങൾ, നമ്മൾ ഒരിക്കലും ആരെയും ഒന്നും വിധി കൽപ്പിക്കേണ്ട, ആരുടെ മൈൻഡ് നമുക്കറിയില്ല. അച്ഛൻ ഇങ്ങനെ മരിച്ചു. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛനെ നന്നായിട്ട് അറിയാവുന്ന, എനിക്ക് തോന്നുന്ന ആ ഇടവകയിലുള്ള ഒരു പയ്യനും കണ്ടാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. അച്ഛനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ മരിച്ചുപോയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഈ അച്ഛന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആരെ കണ്ടാലും സുഖമാണോ എന്ന് ചോദിക്കും. ആരെ കണ്ടാലും, ഇപ്പം രാവിലെ കണ്ട് സുഖമാണോ എന്ന് ചോദിച്ചാലും വൈകിട്ട് കണ്ടാൽ പിന്നെയും ചോദിക്കും സുഖമാണോ. ഈ പയ്യൻ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്, എന്നെ എപ്പോൾ കണ്ടാലും സുഖമാണോ എന്ന് ഈ അച്ഛൻ ചോദിച്ചു. ഒറ്റത്തവണ പോലും ഞാൻ തിരിച്ചു ചോദിച്ചില്ല, അച്ഛന് സുഖമാണോ. ചിന്തിക്ക്. നമുക്കിപ്പോൾ വലിയ ആഗ്രഹം, നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കണം, നമ്മളെ ഒന്ന് കേട്ടിരിക്കണം, നമ്മളെ സുഖമാണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാൻ. എന്തോരം ആൾക്കാരാണ് നമ്മുടെ ചുറ്റും നടക്കണല്ലേ, ചിരിച്ചോണ്ട് നടക്കാണ്, ഉള്ളിൽ തീ പുകയാണ്, അറിയില്ലടോ. ചുമ്മാ പോയി ഒന്ന് ചോദിച്ചു നോക്ക്, സുഖമാണോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ജീവിതത്തിലോട്ട് കയറി വരാൻ അത് മാത്രം മതിയായിരിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ജോബിന് കർത്താവ് കൊടുത്ത വലിയൊരു അനുഗ്രഹമാണ്. ഈ സഹനത്തിൻ്റെ ഇടയ്ക്കും ഇവനെ ചോദ്യം ചെയ്യാനാവട്ടെ, ഇവനെ തിരുത്താനാവട്ടെ, ഉപദേശിക്കാനാവട്ടെ, ഇവൻ്റെ കൂടെ ഇരിക്കാൻ, ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സാന്നിധ്യമായിട്ട് നിൽക്കാൻ 3 കൂട്ടുകാരെ കർത്താവ് കൊടുത്തു. ശക്തിയോട് പറ ഹല്ലേലൂയ. ആ വാക്യം ശ്രദ്ധിക്കണം. നാമാത്യനായ സോഫാർ ഒരുമിച്ച് അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനും അവിടെ എത്തി. അവർ ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താണെന്നറിയോ? 13-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അവൻ്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാനാവാതെ 7 രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു. നമുക്ക് പറ്റുന്നുണ്ടാവില്ല, എന്നെ പോയി പറയണ്ടല്ലേ, എന്നെ പോയി പറയണ്ടേ. ഞാനൊരു വൈദികൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ക്രൈസിസ് അനുഭവിക്കുന്ന മൊമെൻറ്റുകൾ, ഇപ്പോൾ കടമുള്ളവരോ രോഗമുള്ളവരോ പരീക്ഷ തോറ്റു പോകുന്നവരോ ഒക്കെ വരുമ്പോൾ എൻ്റെ കയ്യിൽ പറയാൻ ചില ഉത്തരങ്ങളുണ്ട് അല്ലേ? നിങ്ങളുടെ കയ്യിലും ഉണ്ടല്ലോ. ഒരു ബേസിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരാൾ വരുമ്പോൾ പറയാൻ നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ട്. മരിച്ച വീട്ടിൽ പോയിട്ടുണ്ടോ? വീട് മരിക്കുകയോ എന്നൊക്കെ പണ്ടാരെ ചോദിച്ച പോലെ ചോദിച്ചേക്കല്ലേ. മരണം നടന്ന വീട് അല്ലേ, മരണം സംഭവിച്ചൊരു വീട്ടിൽ നിങ്ങൾ എന്നെ പോയി പറയുവാണ്. ഒരു 100 സ്ഥലങ്ങളിൽ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്, 1000 ആൾക്കാരോട് ഞാൻ വചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മരണവീട്ടിൽ പോയി പ്രസംഗം പറയാനാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സിറ്റുവേഷണൽ ക്രൈസിസ്, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. മരണവീട്ടിൽ പോയിട്ട് എന്ത് ആശ്വസിപ്പിക്കും? അത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമ്പോൾ എന്നെ പോയി പറയും. ഒരു വലിയ ഉത്തരവോടെ കൂട്ടുകാർ കാണിച്ചു തരികയാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ്റെ കൂടെ 7 രാവും 7 പകലും നിലത്തിരുന്നു എന്ന് വെച്ചാൽ അവൻ്റെ ആ സഹനം കൂടെ ഇരുന്നു. സാന്നിധ്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ചിലപ്പോൾ നിങ്ങളുടെ ആ അയൽപ്പക്കത്തോ നിങ്ങളുടെ സ്വന്തക്കാരിലോ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരിലോ വലിയ ക്രൈസിസ് കൂടെ കടന്നു പോകുന്നവരോട് എന്നെ പറഞ്ഞു കൊടുക്കേണ്ടതെന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ബി ദേർ. അവിടെ നിൽക്ക്, ചുമ്മാ കയ്യിലൊന്ന് പിടിച്ച് അവിടെ നിൽക്ക്, എഴുന്നേറ്റുള്ളൂടാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ.
ജോബ് അവരുടെ സാന്നിധ്യത്തിലിരുന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങരുത്. ഇതൊന്നും ഉറങ്ങാനുള്ളതല്ല. കഥയൊന്നും പറയാത്തോണ്ട് വിഷമമൊന്നും തോന്നല്ല. ഈ കഥ ആരുടെ കഥയാണ്? നിങ്ങളുടെയാണ്. ചെറിയ ബന്ധമൊക്കെ ഇനി വരും. ഒന്നാമത്തെ ബന്ധം ഇതാണ്, ജോബിന്റെ പരാതി. നമുക്കുണ്ടോ? ഉണ്ട്. ഇവിടെ മുതൽ നമ്മൾ ജോബുമായി വളരെ താതാമ്യപ്പെടും. ജോബ് പരാതിപ്പെടുക. പരാതി നമ്പർ 1 ഇങ്ങനെയാണ്. 3-ാം അധ്യായം 1-ാം വാക്യം. അതിനുശേഷം ജോബ് സംസാരിച്ചു. ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് രാത്രി ശപിക്കപ്പെടട്ടെ. കൈ ഉയർത്താൻ പറയുന്നില്ല. ഇങ്ങനെ പറഞ്ഞവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞവരും ഹല്ലേലൂയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, എങ്ങനെയൊക്കെയാ ശപിക്കുന്നത്? ഇന്നാ ഒരു ജന്മമാണ് അല്ലേ? തല ഇങ്ങനെ അടിച്ചടിച്ച് കിഴി വെത്തിയിട്ടുണ്ട്. എന്തൊരു ജന്മം കർത്താവേ. ജോബ് ഇനിയും പറയുന്നുണ്ട്, എനിക്ക് ജന്മം കിട്ടിയ ആ രാത്രിയിൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പാടില്ലായിരുന്നു. സഹനത്തിന്റെ തീച്ചൂളിലെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ ചങ്ക് പൊട്ടി നിലവിളിക്കാണ്. ഈ ജോബ് ഇവിടെ മുതൽ നമ്മളെപ്പോലെ ആയിത്തീരുക. അവൻ ദൈവത്തെ തള്ളി പറയുന്നൊന്നുമില്ല, പക്ഷേ ചോദിച്ചു പണി, എൻ്റെ ദൈവമേ, ഈ സഹനത്തിന് വേണ്ടി എന്തിനെനിക്ക് ഇങ്ങനെ ഒരു ജന്മം തന്നു? ഇങ്ങനെ സഹിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവിട്ടു? ഇങ്ങനെ വേദന തിന്നാൻ വേണ്ടി ഈ സാഹചര്യത്തിലേക്ക് എന്നെ കൊണ്ടുവിട്ടു? ഇത് തകർന്നു പോകുന്ന അറിയാമായിരുന്നെങ്കിൽ ഈ കല്യാണം എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു? ഈ മക്കളെ ഇങ്ങനെ ആവുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഈ മക്കളെ എൻ്റെ വീട്ടിലേക്ക് ജനിപ്പിച്ചു? ഈ ജോലി സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവും അറിയാമായിരുന്നെങ്കിൽ എന്തിനാ കർത്താവേ എനിക്ക് ആ ജോലി തന്നത്? ആ ദിവസം ശപിക്കപ്പെട്ടതാവട്ടെ. ജനിക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ഓർത്തു മനുഷ്യർ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം കരഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയയുടെ ശബ്ദം കുറഞ്ഞു പോയല്ലോ. ചങ്കുവടയൊന്നും വേണ്ട, ശക്തിയോടെ പറ ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ. 26-ാം വാക്യം. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്, എനിക്ക് വിശ്രമമില്ല, ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ജോബ് പരാതി പറയുന്നു. കൂട്ടുകാരൻ സംസാരിക്കാൻ തുടങ്ങാം. ഒന്നാമത്തെ കൂട്ടുകാരന്റെ പേര് ഉറക്കെ പറഞ്ഞേ, എലിഫാസിന്റെ പ്രഭാഷണം. നമ്മളൊന്ന് ഇനി അവർ കൂട്ടുകാരൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോവാം. 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ജോബിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. എലിഫാസ് ജോബിനോട് പറയുന്നത് ഇങ്ങനെയാണ്: നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്ത് പകർന്നു. നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി, അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? ഈ ഒരു സംഭവമാണ് എന്നെ ഭയങ്കരമായിട്ട് കുടുക്കി കളഞ്ഞു. ഈ ഒരു വചനം എന്നെ ഭയങ്കരമായിട്ട് കൊടുക്കുന്നു. വചനം ഇങ്ങനെയാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപാട് പേരെ ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. ശരിയാണോ? ഒരുപാട് പേരോട് വചനം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. അതെൻ്റെ മൈൻഡിൽ കൂടെ ഒന്ന് ചിന്തിച്ചേ. നീ അനേകരെ ഉപദേശിച്ചുണ്ട്. ഈ കൂട്ടത്തിലുള്ള ഉപദേശികളെല്ലാം കേട്ടു, മറ്റുള്ളവരെയൊക്കെ ശക്തിപ്പെടുത്തുന്നവർ കേട്ടു, സാരമില്ലെന്ന ആൾക്കാരോട് പറഞ്ഞവരെല്ലാം കേട്ടു. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കലങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്ത് പകർന്നു. നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ കൺവെൻഷനോ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ, എപ്പോഴെങ്കിലും ഒരാൾ മിനിമം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, പിന്നെ ഞാൻ എന്ത് ചിന്തിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്ത് കടന്നുപോയോ ആ സിറ്റുവേഷന് പറ്റിയ വചനം അച്ഛൻ അന്ന് വൈകുന്നേരം യൂട്യൂബിലിട്ടു. പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് കൊച്ചിയിൽ രൂപതയിൽ ഒരു പള്ളിയിൽ ഒരു വൈകുന്നേരത്തെ കൺവെൻഷൻ പോയ സമയത്ത് അവിടുത്തെ വികാരിയച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയത് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ പറഞ്ഞുകൊണ്ടാണ്. ആ പെങ്കൊച്ച് ആത്മഹത്യയിൽ നിന്ന് കയറി വന്നു, ഒരു ടോക്ക് കേട്ടിട്ട്. ഞാൻ പറഞ്ഞത് യാതൊരുവിധ ക്രെഡിറ്റും എൻ്റെ കയ്യിലേക്കില്ല. ആ കൊച്ചു എഴുന്നേറ്റ് വന്നത് ഞാൻ പറഞ്ഞ ഈശോയുടെ വചനം കേട്ടിട്ടാണ്. ഈശോയുടെ വചനം കേട്ടിട്ടാണ്. കർത്താവ് എന്നെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയണത്, എൻ്റെ നാവിലൂടെ ഈശോ എന്തോരം ആളുകളിലോട്ട് വചനം പറഞ്ഞുണ്ട്. എന്നെയോ നിങ്ങളിപ്പോൾ ഈ കൂട്ടായ്മയിൽ ശുശ്രൂഷ നിൽക്കുന്നവർ, വചനം പങ്കുവെച്ചു കൊടുക്കുന്നവർ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കൗൺസിലിംഗ് ശുശ്രൂഷയോ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ, എന്തെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു പ്രാർത്ഥന ലീഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ എത്രയോ പേരെ ഉപദേശിക്കുന്നു, നമ്മൾ എത്രയോ പേർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കുന്നു, ആളുകൾ സങ്കടപ്പെടുമ്പോൾ നമ്മൾ വചനം പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ചില സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിനാ ഈ പേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. ഐ ടെൽ യു, ഐ കൺഫസ്, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല.
എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വലിയ വലിയ മിടുക്കനായ വിശുദ്ധനായ ഒരു അച്ഛനുണ്ട്. വിശുദ്ധനായ ഒരു അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. നല്ല വിശുദ്ധനായ ഒരു അച്ഛൻ ഡിപ്രഷനിലേക്ക് പോയി. ഒരു കൊല്ലത്തോളം പബ്ലിക് ശുശ്രൂഷകളില്ല. മിടുക്കനായ ഒരു എഴുത്തുകാരൻ, എൻ്റെയൊക്കെ ചിന്തകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു എഴുത്തുകാരനാണ്. വലിയൊരു പ്രഭാഷകൻ. അമ്മച്ചി മരിച്ചു. ഡിം. ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാനെ, ഞാൻ എഴുതിയതും ഞാൻ വായിച്ചതും ഞാൻ പ്രസംഗിച്ചതും ഒന്നും ഫലം കാണാത്ത സമയം എൻ്റെ അമ്മ മരിച്ചു. ചില സമയത്ത് അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ നമ്മൾ ഈ പറഞ്ഞതൊന്നും, ഈ ഉപദേശിച്ചതൊന്നും കർത്താവേ ഒന്നും കയറി വരുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എലിഫാസ് അല്ലേ കൂട്ടുകാരൻ്റെ പേരെന്നാ? എലിഫാസ് ഒരു വലിയ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 6-ാമത്തെ വാക്യം, നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ, നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ. 2 കാര്യങ്ങൾ ഏതൊരു സഹനത്തിലും നമ്മളെ പ്രത്യാശയോടെ പിടിച്ചു നിർത്തേണ്ട 2 കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വാക്ക് എലിഫാസിലൂടെ ജോബിനോട് പറയാണ്. നിന്റെ ദൈവഭക്തി, നിന്റെ നിഷ്കളങ്കത. അതായത് ഈ ഭക്തി എന്ന് വെച്ചാൽ നമ്മളെ എണ്ണിക്കൂട്ടി ചെല്ലിയ പ്രാർത്ഥനകളല്ല. ഈ ഭക്തിക്ക് പിന്നിൽ ഒരു ഉറപ്പുണ്ട്, കേൾക്കാൻ ഒരാളുണ്ടെന്ന്. ഇല്ലേ നമ്മൾ പള്ളി വരുമോ? ഇല്ലേ നമ്മൾ ഈ സങ്കടം ഈശോയോട് പറയുമോ? ഇല്ല. നമ്മൾ ഇതെല്ലാം തന്നെ തിന്ന് വേദനിച്ചങ്ങ് നിന്നേനെ. നമുക്ക് ഈ ഉള്ളിലൊരു ഭക്തി വിശ്വാസം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ഒരു ഉറപ്പിതാണ്, ഒരാളിവിടെ കേൾക്കാനുണ്ട്. ആ പ്രാർത്ഥന ഇതുവരെ കേട്ടില്ല, പക്ഷെ അവൻ എന്നെ കേൾക്കുമെന്നുള്ള ഒരു കുഞ്ഞിൻ്റെ വിശ്വാസം, ഒരു നിഷ്കളങ്കത. നിന്റെ ദൈവഭക്തി നിനക്ക് പ്രത്യാശ നൽകും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് ഉപദേശം നമ്പർ 1. സഹനത്തിലായിരുന്ന ജോബിന് കൂട്ടുകാരനിലൂടെ പരിശുദ്ധാത്മാവ് കർത്താവ് സംസാരിക്കുകയാണ്. നിന്നെ ഈ പ്രത്യാശ നൽകാൻ, നിന്നെ പിടിച്ചു നിർത്താൻ ഈ 2 കാര്യങ്ങൾ. 1 നിന്റെ ഭക്തി, ദൈവവിശ്വാസം. 2 നിന്റെ നിഷ്കളങ്കത. ഈ വാക്കോർത്തിരുന്നേക്കണം, നിഷ്കളങ്കത, നിന്റെ വിശുദ്ധി. നമ്മുടെ സഹനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, ഭക്തിയോടുള്ളൊരു പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറും. നല്ല വചനം പറയുന്നത്, നിഷ്കളങ്കതയോടെയുള്ള പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറും. നമ്മൾ നല്ല ഭക്തരാണ്. പള്ളി വരാം, വചനം കേൾക്കാം, എല്ലാം ചെയ്യാം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനോ പ്രസാദിപ്പിക്കാനോ സാധ്യമല്ല. ഞാനത് ഇച്ചിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പതിവിലും സ്ലോ ആയിട്ട് ഞാനിത് പറയണം. ഞാനിത് പറയുന്നത്. ഈ പുസ്തകം ഞാനിതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐ നോ വാട്ട് ഐ എം ഗോയിങ് ത്രൂ. ചിരിക്കാൻ എന്നാ സുഖമല്ലേ? നിങ്ങൾക്കല്ല, എനിക്ക്. ആൾക്കാർ പറയണ്ട, യൂട്യൂബിൽ എപ്പോഴും ചിരിച്ചോണ്ടാ വർത്താനം പറയണത്. വല്ലോ മനസ്സിലാവുന്നുണ്ടോ? ചിരിയല്ല, അതിൻ്റെ പിന്നിൽ നമുക്കും കണ്ണീരുകളും, നമുക്ക് സഹനങ്ങൾ, നമുക്ക് തെറ്റിദ്ധാരണകൾ, നമുക്ക് വേദനകൾ, നമുക്ക് രോഗങ്ങൾ എല്ലാം ഉണ്ട്. പ്രത്യാശ നൽകേണ്ട ഒറ്റ കാര്യം ഇതാണ്, നിന്റെ ദൈവഭക്തി, നിന്റെ നിഷ്കളങ്കത. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. എലിഫാസിന്റെ ഈ ചോദ്യങ്ങൾക്കും ഈ കാര്യങ്ങൾക്കൊക്കെ ജോബിന്റെ മറുപടി നമ്മൾ കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 7-ാമത്തെ അധ്യായത്തിലും ജോബ് ഒരു മറുപടി പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായം എടുക്കാം. ജോബിന്റെ മറുപടി ഇങ്ങനെയാണ്. 11-ാമത്തെ വാക്യം. 7-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. എലിഫാസ് ഇങ്ങനെയൊക്കെ ഉപദേശിക്കുമ്പോൾ ജോബിന്റെ മറുപടി ഇങ്ങനെയാണ്. 11-ാമത്തെ വാക്യം ഒന്ന് ഉറക്കെ വായിക്കാം. അതിനാൽ എനിക്ക് നിശബ്ദത പാലിക്കാൻ കഴിയുകയില്ല. എൻ്റെ ഹൃദയവേദനകൾക്കിടയിൽ ഞാൻ സംസാരിക്കും. എൻ്റെ മനോവേദനകൾക്കിടയിൽ ഞാൻ സങ്കടം പറയും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? ഇപ്പോൾ അച്ഛൻ ധ്യാനിപ്പിച്ചാലും കൊള്ളാം, ഉപദേശിപ്പിച്ചാലും കൊള്ളാം. എൻ്റെ സങ്കടം ഞാൻ എന്നാ ചെയ്യും? ഞാൻ പറയാണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അല്ലേ? നമ്മുടെ സങ്കടം നമ്മൾ ഇതിങ്ങനെ ഉള്ളിലോട്ട് വെച്ചോണ്ടിരുന്ന നമ്മളെ പൊട്ടിത്തെറിക്കും. നമ്മൾ ചിലപ്പോൾ ആരോടെങ്കിലും ഇതൊക്കെ പറയും. ഒരു കൗൺസിലിംഗ് മുറിയിലായിരിക്കാം, ഒരു കുമ്പസാരക്കൂട്ടിലായിരിക്കാം, ഒരു ധ്യാനാന്തരീക്ഷത്തിലായിരിക്കാം, നിങ്ങളുടെ വീട്ടിലായിരിക്കാം. കേൾക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ലാത്തപ്പോൾ ചങ്ക് പൊട്ടി ബഹളം ഉണ്ടാക്കി ആളുകൾ കരയും. നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ബഹളം വെച്ച് കരയുന്നവർ? വഴക്ക് പറയല്ലേ? അവരെന്നാ ചെയ്യും? ഉള്ളിൽ ഈ നൊമ്പരം വെച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ള കുറെ മനുഷ്യർ. പൊട്ടിത്തെറിക്കട്ടെ, അലൗദം. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ മനുഷ്യർക്ക് പറ്റില്ലല്ലോ. അവർ പൊട്ടിക്കരഞ്ഞോട്ടെ, അവർ ബഹളം കൂട്ടട്ടെ, നാണമില്ലല്ലോ ഇങ്ങനെ കടന്ന് കരയാൻ എന്ന് പറയാതെ അവർ വേറെ എന്നാ ചെയ്യും? അലൗദം ടു ക്രൈ. കളിയാക്കരുത്. ചില കുഞ്ഞുങ്ങൾ കടന്ന് കരയുമ്പോൾ, വലുതായിട്ടും കുഞ്ഞുങ്ങളെ പോലെ പെടച്ച് കരയുമ്പോൾ കളിയാക്കല്. നാണമില്ലേ? ഇത്രയും വളർന്നില്ലേ? മുതുക്കിയായില്ലേ? പ്ലീസ് അലൗ ദം ടു ക്രൈ. ഉപദേശിക്കാം, നിങ്ങൾക്ക് അവരെ ഉപദേശിക്കാം, നിങ്ങൾക്ക് അവരെ ധ്യാനിപ്പിക്കാൻ കൊണ്ടാകാം. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ധ്യാനം
പ്ലീസ് അലൗ ദം ടു ക്രൈ. അവരൊന്ന് കരഞ്ഞോട്ടെ, കരഞ്ഞോട്ടെ. കരഞ്ഞ് തീർക്കും കുറെ വിഷമങ്ങൾ. ഈശോ കരഞ്ഞില്ലേ? അലൗ ദം ടു ക്രൈ. എന്തെങ്കിലും പറയട്ടെ, പുള്ളി അത് വെച്ചോണ്ടിരുന്ന രോഗമാകും കേട്ടോ. ചില സമയത്ത് ഈ കരച്ചിലുകൾ ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഒതുക്കി, ഇവിടെ വായിച്ചാണ് അതിൻ്റെ ശാസ്ത്രീയ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ക്യാൻസറിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതായേക്കാം എന്നൊരു വായനയും കൂടെ ഉണ്ട്. എന്ത്? ഇറക്കി വിട്ട കണ്ണുനീരിൻ്റെ കെമിക്കലുകൾ. എനിക്കറിയില്ല കേട്ടോ, അതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങൾ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് വായിക്കാൻ പോയില്ല. നിങ്ങളത് വായിച്ചു നോക്കൂ. ഒതുക്കി വെച്ച പ്രഷർ കാരണം മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും. ഇത് അംഗീകരിക്കാവോ? മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ശരീരത്തെ അത് ബാധിക്കാം. ഇറക്കി വിട്ട കണ്ണീരുകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കരയാൻ തോന്നുവാണോ? പ്ലീസ് ക്രൈ. ഇതും ഒരു ശുശ്രൂഷയാണ്. കരഞ്ഞു എന്നുള്ളത് നിങ്ങൾ തോറ്റു എന്നുള്ളതിൻ്റെ അടയാളമല്ല. കരഞ്ഞു എന്നുള്ളത് നിങ്ങളൊരു പച്ച മനുഷ്യനാണെന്നും നിങ്ങൾ കരഞ്ഞത് കാണാൻ ആളുകളില്ലാത്തപ്പോഴും ഒരാളെങ്കിലും കാണാനുണ്ടല്ലോ എന്നുള്ളൊരു ബോധത്തിലാണ് കണ്ണ് നിറഞ്ഞത്. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, കണ്ണ് നിറഞ്ഞൊഴുകിയെങ്കിൽ നിങ്ങളുടെ കണ്ണ് മാത്രമല്ല നിറഞ്ഞത്, കണ്ണിലൂടെ ചാലിട്ടൊഴുകിയ ആ കണ്ണുനീരിലൂടെ കണ്ണൊന്ന് കഴുകി തുറന്ന് കിട്ടിയിട്ടുണ്ട് നേരെ ഒന്ന് കാണാൻ. മൂടി നിന്ന പലതും ഈ കണ്ണീരിലൂടെ ഒഴുകി അങ്ങ് മാറും. നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെയും കാണാം, ലോകത്തെ കണ്ണ് തുറന്ന് പിടിച്ച് കാണാൻ പറ്റും. ശക്തിയോട് പറ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജോബ് പറയാണ്, ഞാൻ കരയും, ഞാൻ ചോദിക്കും. പക്ഷെ ഇവിടെ ഒന്നും ജോബ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. ശക്തിയോട് പറ ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത കൂട്ടുകാരനിലേക്ക് പോവാണ് ബിൽദാദ്. ബിൽദാദ് പ്രത്യാശയുടെ അടുത്തൊരു ലെവലിലേക്ക് പോവാണ്. എലിഫാസ് പറയാണ്, നിന്റെ ദൈവഭക്തി നിന്റെ നിഷ്കളങ്കതയും നിനക്ക് പ്രത്യാശ തരും, നിനക്ക് ഉത്തരം തരും. ബിൽദാദ് മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കാണ്. 8-ാമത്തെ അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ. നിർമ്മലത വാക്ക് ഓർക്കണം. മുമ്പ് എലിഫാസ് പറഞ്ഞായിരുന്നു ഏതാണ്? നിഷ്കളങ്കത. ഇവിടെ പറയാണ് മറ്റൊരാൾ, ബിൽദാദ് പറയാണ്, നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ. അടുത്ത വാക്യം ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോ. അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. അതെടുക്ക്, അത് ഉള്ളിലോട്ടെടുക്ക്. അവൻ നിനക്ക് വേണ്ടി എഴുന്നേക്കും. നീ വീണ് കിടക്കുകയാണ്, നീ ചതഞ്ഞു കിടക്കുകയാണ്, നിനക്ക് വേണ്ടി ഒരാൾ എഴുന്നേൽക്കും. നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഈ ഒരു ദിവസം, ഈ ഒരു മണിക്കൂറിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം 30 60 അല്ല 100 മേനി ബലം ചൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. ശക്തിയോട് പറ ഹല്ലേലൂയാ. ഏശയ്യാ 60-ന്റെ 1-2 വാക്യങ്ങൾ പിന്നീട് എടുത്ത് വായിച്ചാൽ മതി. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ മഹത്വം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഭൂമിയുടെ മേൽ അന്ധകാരം വ്യാപിക്കും, എന്നാൽ കർത്താവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ രോഗിയായ നിന്നോട്, ഈ തോറ്റുപോയ നിന്നോട്, ഈ ചതിക്കപ്പെട്ട നിന്നോട്, ഈ ബ്രോക്കൺ ആയിട്ട് നിൽക്കുന്ന നിന്നോട് ഒരുറപ്പ് കർത്താവ് വരികയാണ്. അവൻ എഴുന്നേൽക്കും. നീ വീണ് കിടക്കായിരിക്കും, നീ തകർന്ന് കിടക്കായിരിക്കും, നിന്റെ കുടുംബം തകർന്ന് തരിപ്പണായിട്ട് നിൽക്കായിരിക്കും. അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. കുരിശിൻ്റെ വഴിയുടെ ചിത്രങ്ങളൊക്കെ ഇടയ്ക്ക് നോക്കണം കേട്ടോ. പേഴ്സണലായിട്ട് കുരിശിൻ്റെ വഴി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മനസ്സിലുണ്ടായിരിക്കണം, ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി ഒരാൾ എഴുന്നേറ്റ് നടക്കുന്നു, ഞാൻ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരാൾ കുരിശെടുത്ത് നടക്കുന്നു, ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി ഒരാൾ കുരിശെ കയറുന്നു, ഞാൻ മുമ്പോട്ട് ജീവിക്കാൻ വേണ്ടി ഒരാൾ ഉയർത്തെഴുന്നേൽക്കുന്നു, ഞാൻ ജീവിക്കാൻ പ്രത്യാശിക്കാൻ ആ ആൾ, ആ ദൈവം, ആ ഈശോ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നു. എനിക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരാൾ ഈശോ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. തൊട്ടടുത്ത വാക്യം ഇങ്ങനെയാണ്, നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. വീട് പണി പൂർത്തിയാവേണ്ടതിൻ്റെ ഒരു വചനമല്ലത്. നിനക്ക് ആശ്വാസം, ഭവനം. ഏതൊരു സങ്കടം കഴിഞ്ഞാലും ഓടിച്ചെന്നൊന്ന് നടുവ് നിർത്താനുള്ള സ്ഥലമാണ് ഭവനം. ചിലപ്പോൾ ആ ഭവനത്തിലായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്നത്. ആശ്വാസത്തിൻ്റെ ഒരു ഭവനം കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കും. അടുത്ത വാക്യം 7, നിന്റെ ആരംഭം എളിയതായിരുന്നെങ്കിൽ തന്നെ അന്ത്യദിനങ്ങൾ അതിമഹത്തായിരിക്കും. കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് മക്കളെ. കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ്. നീ താന്ന നിലയിൽ തുടങ്ങിയോ, നീ നിഷ്കളങ്കനായിട്ട് വിശുദ്ധിയിൽ നിന്നോ, കർത്താവ് നിനക്ക് വേണ്ടി വലുതൊരുക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 6-ാമത്തെ വാക്യം ഒന്ന് ഏറ്റു പറയാം. വലതുവരെ ഒന്ന് ഉയർത്തി പിടിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. എൻ്റെ കർത്താവ്, ഉറക്കെ പ്രാർത്ഥിച്ചേ, എൻ്റെ കർത്താവ് നിശ്ചയമായും എനിക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും.
അടുത്തിരിക്കുന്നവർ കയ്യപ്പിടി, കണ്ണിൽ നോക്കിയിട്ട് പറ, കർത്താവ് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലത് വിശ്വസിക്കുന്നുണ്ടോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കർത്താവ് ഉണർന്നെഴുന്നേൽക്കും. നമുക്ക് പരാതി ഇതാണ്, നമ്മുടെ കൂടെ നിൽക്കാൻ ആരില്ല, നമ്മൾക്ക് വേണ്ടി നടക്കാൻ ഒരാളില്ല, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല, നമ്മളെ ഒന്ന് കൈപിടിച്ച് നടത്താൻ ഒരാളില്ല, വീണ് കിടക്കുന്ന എന്നെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ഒരാളില്ല. ഉറപ്പിതാണ്, നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കൊന്നും പോലും അല്ല പറയുന്നത്, നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കുന്ന, വിജയം നൽകുന്ന കർത്താവ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ബിൽദാദ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, 13ാമത്തെ വാക്യം, ദൈവത്തെ മറക്കുന്നവരുടെ പാതയും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തിയിടുക. ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും, അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു, അവന്റെ ശരണം ചിലന്തി വലയാണ്. നമ്മൾ കഴിഞ്ഞ ഏകദിന ധ്യാനത്തിൽ ധ്യാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. ജെറമ്യായുടെ പുസ്തകം 17ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ ദൈവത്തെ പ്രത്യാശ വയ്ക്കുന്നവനും പ്രത്യാശ വയ്ക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കൂട്ടുകാരൻ ബിൽദാദ് പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവത്തെ പ്രത്യാശ വയ്ക്കാത്തവൻ ചിലന്തി വല പോലെയാണ്. ചിലന്തി വല എന്ന് വെച്ചാൽ എന്താ? എപ്പോൾ വേണേലത് തകർന്നു പോകാം. പണിയെടുക്കുമ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, ഭയങ്കര ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിലുണ്ടല്ലോ എന്ന് തോന്നും, മനുഷ്യശക്തിയൊക്കെ ആശ്രയിക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതെന്താണ്? ആരെങ്കിലും വന്ന് തോണ്ടിയാൽ ചുമ്മാ അങ്ങ് നടന്നു പോയാൽ തട്ടി തകർന്നു പോകാനുള്ളതേ ഉള്ളൂ ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ. എന്നാൽ ഭക്തി ഉള്ളവന്റെ പ്രത്യാശ എങ്ങനെയാണ്? 20ാമത്തെ വാക്യം, നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല, തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് നടത്തുകയുമില്ല. അടുത്ത വാക്യം, അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അതരം ജയാരവം കൊണ്ടും നിറയ്ക്കും. ഇന്ന് കരയുവാണ്, ഇന്ന് സങ്കടപ്പെടുകയാണ്, കർത്താവ് ഇതൊരു അനുഗ്രഹമാക്കി ഒരുക്കും. 126ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കറ്റ ചുമന്നുകൊണ്ട് ദുഃഖത്തോടെ പോയവർ, അല്ല എന്താണത് 126, എനിക്ക് അൾജൈമേഴ്സ് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്, നന്നായിട്ട് അറിയാവുന്ന വചനങ്ങളൊക്കെ മറന്നുപോകും. 126:6, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് വരും. ഒരു പ്രത്യാശയാണത്. ബിൽദാദ് പറയാണ്, നീ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ദൈവം നിനക്ക് ഉത്തരം തരും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്നൊക്കെ രണ്ട് കൂട്ടുകാരും ജോബിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. എലിഫാസും പറഞ്ഞു, ബിൽദാദും പറഞ്ഞു. എലിഫാസ് പറഞ്ഞ സമയത്ത് ജോബ് പറയാണ്, ഞാൻ സങ്കടപ്പെടും, ഞാൻ കരയും, എല്ലാം പറഞ്ഞു. ബിൽദാദ് വലിയൊരു പ്രത്യാശ കൊടുക്കുകയാണ്, നിനക്ക് വേണ്ടി നിന്റെ കർത്താവ് ഉണർന്ന് എഴുന്നേൽക്കും. ജോബിന്റെ മറുപടി ശ്രദ്ധിക്കണം. 9ാമത്തെ അധ്യായത്തിലും 10ാമത്തെ അധ്യായത്തിലും ഉണ്ട്. 10ാമത്തെ അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം, ജോബിന്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യാശയുടെ തിരുനാളം ഇങ്ങനെ തെളിഞ്ഞു കിട്ടുകയാണ്. 10:12 ഇങ്ങനെയാണ്, അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു, അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു കേട്ടെ, അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു, അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. ശ്രദ്ധിച്ചിരിക്കണേ പ്രിയപ്പെട്ട മക്കളെ, ജോബിന്റെ ശരീരം നഷ്ടപ്പെട്ട് നിൽക്കുന്നു, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് നിൽക്കുന്നു. പക്ഷെ ജോബ് ഒരു പ്രത്യാശ, ജോബ് ഒരു പ്രാധാന്യം കൊടുക്കുന്നതാണ്, എൻ്റെ ആത്മാവിനെ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കാം. കേട്ടുന്നുണ്ടോ? അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന രോഗങ്ങൾ വന്നേക്കാം, നമ്മുടെ വീടിനെ അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. കർത്താവിന് പ്രധാനം, ഇത് മനസ്സിലാക്കി എടുക്കുക, കർത്താവിന് വളരെ പ്രധാനം നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ്. ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുതെന്ന് പ്രാധാന്യമുള്ളത് കൊണ്ട് കർത്താവ് ചില സമയങ്ങളിൽ ചില സഹനങ്ങൾ അനുവദിക്കാറുണ്ട്. ശരീരത്തിന്, മനസ്സിന്, കുടുംബത്തിൽ, കരിയറിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കർത്താവിന്റെ പ്രാധാന്യം ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ്. ഇത് ദഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ജോബ് പറയാണ്, എൻ്റെ ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തും അവിടുത്തെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അതിനിടയിൽ ജോബ് ഒരു കാര്യം ഒരു സങ്കടത്തോടെ പറയുന്നുണ്ട്. 9ാമത്തെ അധ്യായം 33ാമത്തെ വാക്യം ദൈവത്തോട് ഇങ്ങനെ പരാതി പോലെ പറയുന്നു, നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമുക്കില്ലല്ലോ. നമ്മൾ ഇരുവരെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഒരു മധ്യസ്ഥൻ നമുക്ക് ഇല്ലല്ലോ. ജോബ് ആരോടായി പറയുന്നത്? ജോബ് ആരോടാ പറയുന്നത്? അവൻ അറിഞ്ഞ അവൻ്റെ ദൈവത്തോടാണ്. ശ്രദ്ധിച്ചിരിക്കണം, പഴയ നിയമത്തിലെ ഒരു പശ്ചാത്തലമാണ്. എനിക്ക് വേണ്ടി ഞാൻ അറിയുന്ന ഈ യഹോവയുടെ മുമ്പിൽ സംസാരിക്കാൻ ഒരാൾ ഇല്ല, ഈ പിതാവിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ ഒരാൾ ഇല്ല. ജോബിന് കിട്ടാത്തൊരു സൗഭാഗ്യം, ജോബിന് മനസ്സിലാവാത്തൊരു സൗഭാഗ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8ാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നമുക്കൊരു
മധ്യസ്ഥൻ. പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട്. ആ പിതാവിൻ്റെ പുത്രൻ ഈശോ മിശിഹ. ജോബിന് മനസ്സിലാവാഞ്ഞ നമുക്ക് മനസ്സിലായ, ജോബിനെ പ്രത്യാശിക്കാൻ അന്നും പിടികിട്ടേണ്ടിയിരുന്ന, ഇന്ന് നമുക്ക് ഏറ്റവും പ്രത്യാശ നൽകേണ്ട ഒരു കാര്യം, ഈ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പറയാൻ ഒരാൾ ഉണ്ട്. ഈശോ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോയുടെ അടുത്ത് പറയാൻ നമുക്കൊരമ്മയുണ്ട്, ഈശോയുടെ അമ്മ. ആ ഈശോയുടെ അടുത്ത് പറയാൻ ഈശോയുടെ അപ്പസ്തോലന്മാര്, വിശുദ്ധര്, രക്തസാക്ഷികൾ നമുക്കുണ്ട്. നമ്മുടെ ചങ്ക് വാവിട്ട് നിലവിളിക്കുമ്പോഴും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പറയാൻ നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈശോ ഉണ്ട്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത ആളിലേക്ക് പോവാണ്. 11-ാമത്തെ അധ്യായത്തിൽ സോഫാറിന്റെ പ്രഭാഷണം. 3-ാമത്തെ കൂട്ടുകാരനാണ് സോഫാർ. ആദ്യത്തെ രണ്ടുപേരുടെ പേര് പറയൂ. ബിജു, അമ്മിണി എന്നൊക്കെ പറയാം. ആദ്യത്തെ ആളുടെ പേരാണ് എലിഫാസ്, രണ്ടാമത്തത് ബിൽദാദ്, 3-ാമത്തെ കൂട്ടുകാരന്റെ പേര് പറയൂ. സോഫാർ. അയാൾ പറയുന്ന ഒരു കാര്യം 11-ാമത്തെ അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ചേക്കണം, അച്ഛൻ വായിക്കാൻ ശ്രദ്ധിച്ചേക്കുക. ജോബിന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, നിന്റെ കൈകൾ അകൃത്യം ചെയ്യുന്നതെങ്കിൽ അത് നീക്കിക്കളയുക. നിന്റെ കൂടാരത്തിൽ ദുഷ്ടത കുടി പാർക്കാതിരിക്കട്ടെ. അപ്പോൾ നിശ്ചയമായും കളങ്കരഹിതനായി നീ നിന്റെ മുഖം ഉയർത്തും. ഈ വാക്ക് ഓർക്കണം. നിഷ്കളങ്കത, നൈർമല്യം, കളങ്കരഹിതനായി നീ നിന്റെ മുഖമുയർത്തും. നീ സുരക്ഷിതനും നിർഭയനുമായിരിക്കും. നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും. ഒഴുകിപ്പോയ ജലം പോലെ നീ അതിനെ ഓർക്കുകയുള്ളൂ. നിന്റെ ജീവിതം മധ്യാഹ്നത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും. അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെ ആയിരിക്കും. 18-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചേ. പ്രത്യാശയുള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും. നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. ജോബിന്റെ 3-ാമത്തെ കൂട്ടുകാരൻ വന്നിട്ട് പറയുന്നതും ഒരേ കാര്യമാണ്. നിഷ്കളങ്കത, വിശുദ്ധി. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട, ഇമ്പോർട്ടൻസ്, ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ നൈർമല്യം, വിശുദ്ധി. സകല തോന്നിയാസങ്ങളും കാണിച്ചു കൂട്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ ഒരു മുഖം മൂടിയിട്ട് പള്ളിയിൽ വന്നിട്ട് പല ഷോ ഓഫ് കാണിച്ചിട്ട് ഉള്ളിൽ ഭയങ്കര മോശമായിട്ട് ജീവിക്കാം. പാപത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. തിരുത്തപ്പെടാൻ പറയുമ്പോൾ ഇഷ്ടമില്ല. പക്ഷെ നോക്കി, 3 കൂട്ടുകാരും ദൈവത്തിന്റെ വാക്ക് പറയാണ്, നിഷ്കളങ്കത, നൈർമല്യം, കളങ്കരഹിതമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി പറയുന്നത് നമ്മുടെ സകല പാപങ്ങളുമാണ് നമ്മുടെ രോഗങ്ങൾക്കോ വേദനകൾക്കോ കാരണമെന്നല്ല. നിഷ്കളങ്കർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, നിഷ്കളങ്കർ വേദനിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചില സഹനങ്ങളുടെ വേദനകൾ മാറാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്, പാപങ്ങൾക്ക് മോചനം നേടി നിഷ്കളങ്കതയോടെ, നൈർമല്യത്തോടെ, കളങ്കരഹിതരായിട്ട് നിന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന പെട്ടെന്ന് അങ്ങ് എത്തും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് 3 കൂട്ടുകാർ ഇതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ജോബിനെ ഉപദേശിക്കുന്ന 3 പേരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിത് ശ്രദ്ധിക്കണം. നമ്മളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ കൂട്ടുകാരായിരിക്കാം. നമുക്ക് ഉപദേശം നൽകുന്നവർ നമ്മുടെ കൂട്ടുകാരായിരിക്കാം. ഇവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന, നീ വഴിയൊന്ന് തിരുത്താൻ നിന്നോട് പറയുന്ന, നിന്നെ ഉപദേശിക്കുന്ന കൂട്ടുകാരെ ഇഷ്ടമില്ല, അവരെ മാറ്റി നിർത്തുകയാണ്. ഈ സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? ഇല്ല, എനിക്കുണ്ട്. ഞാൻ എല്ലാം ഏറ്റെടുക്കാം. നമ്മൾ പ്രാർത്ഥനയാണ്, നമ്മൾ ഭക്തിയാണ്, വിശ്വാസമാണ്, എല്ലാമാണ്. പക്ഷേ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറല്ല. ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ശരീരം നന്നാവട്ടെ, വീട് നന്നാവട്ടെ, ഇതിനെല്ലാം ഫോക്കസ് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും പല തരത്തിലുള്ള ധ്യാനങ്ങൾ, അത് ഏത് ജില്ലയിലാണേലും ഓടിപ്പോയി കൂടാൻ നമുക്ക് മടിയില്ല. പക്ഷെ ഈ ആത്മാവിന് പ്രാധാന്യം കൊടുക്കാൻ, ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കാൻ അത് ആരെങ്കിലും ഉപദേശിച്ചാൽ അതൊന്നും നടക്കണം. എല്ലാവരും ചെയ്യുന്നത് തെറ്റല്ലേ? കുറെ 100 ന്യായങ്ങൾ. പ്രാധാന്യം കൊടുത്തേക്കണം വിശുദ്ധിക്ക് വേണ്ടി. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ആ വാക്കും വീണ്ടും ഓർക്കുക. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല. അപ്പം അതിന് ഫോക്കസ് കൊടുത്ത് പ്രാർത്ഥിച്ചേക്കുക. 11-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഒന്ന് ഉറക്കെ വായിച്ചേ. പ്രത്യാശയുള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. ഇപ്പൊ ജോബിനെ കൂട്ടുകാരൻ ഉപദേശിച്ചു കൊടുക്കുന്ന ഇതാണ്, പ്രത്യാശ വിടരുത്, പ്രത്യാശ നീ കൈവിടരുത്. ജോബ് അതിന് മറുപടിയായിട്ട് 14-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയും. 14-ാമത്തെ അധ്യായം 7, 8, 9 വാക്യങ്ങൾ നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ബൈബിൾ എടുത്ത് കൈപിടിച്ച്
14-ാമത്തെ അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ആ വൃക്ഷം ആരാണ്? നമ്മളാണ്. കുറ്റി പോയാലും വേരറ്റ് പോയാലും ഇലകൾ കൊഴിഞ്ഞു വീണാലും ഫലമൊന്നും ഇപ്പം കാണുന്നില്ലേലും വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. കാരണം എന്താണെന്നറിയോ? വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട്. ആ വെള്ളം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജലം ദൈവ സാന്നിധ്യമാണ്, ജലം പരിശുദ്ധാത്മാവാണ്, ജലം വിശ്വാസമാണ്. തിരുനാളിൻ്റെ അവസാന മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ 7, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞിരിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുവി വെള്ളം ഒഴുകും. ഇതവൻ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കിട്ടുന്നുണ്ടോ? അപ്പം നമ്മുടെ ആ പ്രത്യാശയുടെ ബേസ് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചോണം. ജോബ് പിതാവ്, അവന് മനസ്സിലായ ആ ദൈവത്തോട്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവനൊരു മധ്യസ്ഥനുണ്ട്, അത് പുത്രനായ ദൈവമാണ്. അവൻ്റെ ഉള്ളിൽ ഈ പ്രത്യാശ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ഇന്ന് ക്രിസ്തുമതം നമുക്ക് ഏറ്റവും വലിയ അഭിമാനം, നമുക്ക് ഏറ്റവും വലിയ ശക്തി ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഏക സത്യ ദൈവമായി ആരാധിക്കാനും മനസ്സിലാക്കാനും കൂടെ പിടിക്കാനും മുറുകെ കൂടെ നിൽക്കാനും നമുക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ജോബിനെ പോലെ അല്ല ആദ്യഘട്ടത്തിൽ. ജോബിനെ പോലെ ചിലപ്പോൾ പരാതികൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ജോബിനെക്കാട്ടും ഭാഗ്യമുള്ളവരാണ് നമ്മൾ ഒരു കാര്യത്തിൽ. എന്താണെന്നറിയോ? നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് പിടിച്ച് ഈ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പിതാവ് നമ്മളെ അനുഗ്രഹിക്കുന്നു, പുത്രൻ നമ്മുടെ കൂടെ നിൽക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യാശ നൽകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ജോബിന്റെ ഏറ്റവും വലിയ പ്രത്യാശ 15-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ജോബിന്റെ മറുപടി എലിഫാസ് വീണ്ടും സംസാരിച്ചതിന് ശേഷം ജോബ് മറുപടി പറയുന്നുണ്ട്. ഞാനിത് വായിച്ചിട്ട് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ഇതിനെ നിർത്താൻ എങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 16-ാമത്തെ വാക്യം, അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 16-ാമത്തെ അധ്യായം 19-ാം വാക്യം. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. ഉറക്കെ വായിച്ചേ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. ശക്തിയോട് പറ ഹല്ലേലൂയാ. അതായത് എടാ, എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ സാക്ഷി സ്വർഗത്തിൽ. ഞാൻ എന്തവസ്ഥയിലാണോ, എൻ്റെ പാപങ്ങളാവട്ടെ, എനിക്ക് വേണ്ട സഹനങ്ങളായിക്കൊള്ളട്ടെ, ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന തീപ്പൊള്ളുന്ന അനുഭവങ്ങളാവട്ടെ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒരു സാക്ഷി എനിക്കുണ്ട്, ഈശോ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ ജാമ്യക്കാരൻ. ജാമ്യക്കാരൻ എന്ന് വെച്ചാൽ എന്താ? ജാമ്യക്കാരൻ ആരാണ്? ജാമ്യം നിന്ന് പെട്ടുപോയവരൊക്കെ ഉണ്ടല്ലോ. പകരം, പകരം ഇവനിത് കൊടുത്തു തീർക്കാൻ പറ്റില്ല, പകരം ഞാൻ കൊടുത്തോളാം. ഇനി ഇവൻ എന്തേലും തെറ്റ് ചെയ്താൽ അതിന് ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞോളാം. എനിക്കൊരു ജാമ്യക്കാരൻ ഉണ്ടെന്ന്. ആ അഡ്വക്കേറ്റിന്റെയും ആ ജാമ്യക്കാരന്റെയും പേര് ഈശോ എന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ജോബ് 9:33 ജോബ് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാണ്, പിതാവേ, അങ്ങയുടെ മുമ്പിൽ അങ്ങേക്കും എനിക്കും ഇടയിൽ എനിക്ക് വേണ്ടി വാദിക്കാൻ ഒരാളില്ല. ജോബ് ഇവിടെ വെച്ചത് മനസ്സിലാക്കുകയാണ്. എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും ഇരിക്കുന്നു. തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ. 17-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ജോബ് ആ ജാമ്യക്കാരനോട്, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? മക്കളെ, ഈ സങ്കടത്തിന്റെ രാത്രികളിൽ പകലുകളിൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ല, നിന്റെ സഹനം ഏറ്റെടുക്കാൻ ഒരാളില്ല, നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളില്ല, നിന്നെ കേട്ടിരിക്കാൻ ഒരാളില്ല, സാരമില്ലെന്ന് പറയാനോ കണ്ണീര് തുടച്ചു തരാനോ നിനക്കൊരാളില്ല. ജോബിനെ പോലെ പ്രാർത്ഥിച്ചോളുക, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ, എനിക്ക് വേണ്ടി വേറെ ആര് നിൽക്കാൻ? പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 73-ാമത്തെ സങ്കീർത്തനം 25-ാം വാക്യം ആസാഫ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങല്ലാതെ മറ്റൊരാൾ എനിക്കില്ല.
നിങ്ങൾ കടന്നു പോകുന്ന തീ പൊള്ളുന്ന അനുഭവങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തല നേരെ നിൽക്കേണ്ടത്, പിടിച്ചു നിൽക്കേണ്ടത്, തോറ്റുകൊടുക്കാതെ മുട്ടുകുത്താതെ നേരെ നിൽക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യമാണ്. ഇപ്പോഴും എനിക്ക് വേണ്ടി സംസാരിക്കാൻ, ഇപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ, ഇപ്പോഴും ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരാൾ, എനിക്കൊരാളുണ്ട്. ഈശോ. സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലും എനിക്ക് വേറെ ആരുമില്ലേലും കുഴപ്പമില്ല, ഈശോ ഉണ്ട്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരെനിക്ക്, ഈ ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജോബിൻ്റെ ഉള്ളിലേക്ക് പ്രത്യാശ വളരുകയാണ്. ഓരോ കൂട്ടുകാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ജോബിൻ്റെ ഉള്ളിലേക്ക് പ്രത്യാശ മാത്രമല്ല നിറയുന്നത്, ഈശോ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകാണ്, ചോര ചിന്തേണ്ടി വന്നാലും, ഈ സ്കിന്ന് കീറിപ്പോയാലും, അസ്ഥി ഒട്ടിഞ്ഞു പോയാലും, മാറാരോഗങ്ങൾ ബാധിച്ചാലും, സന്തോഷത്തിൻ്റെ ഒരു അനുഭവം പോലും ഉണ്ടായില്ലെങ്കിലും, എൻ്റെ സാക്ഷി ഇപ്പോഴും സ്വർഗത്തിലും എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാൾ എൻ്റെ കൂടെയും ഇപ്പോഴും ഉണ്ട്. എൻ്റെ ജാമ്യക്കാരൻ എനിക്ക് പകരം നിൽക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് മക്കളെ കുരിശെ നമ്മൾ കണ്ടത്, കുരിശെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. നിനക്ക് താങ്ങാവുന്ന സഹനത്തിൻ്റെ ഒരു ഷെയർ നിനക്ക് തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏറ്റെടുത്ത ഒരാൾ അവിടെയുണ്ട്. ബാക്കിയെല്ലാം ഏറ്റെടുത്ത ഒരാൾ. ദുഃഖത്തിൻ്റെ 4ാമത്തെ രഹസ്യം, ഈശോ കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്ര. ജപമാലയുടെ ആ 4ാമത്തെ രഹസ്യം, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചോണം, ആ കുരിശിൻ്റെ ഒരറ്റത്ത് ഈ പൊട്ടിയെ വെച്ചേക്കണേ അപ്പാ. ലോകത്തിൻ്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്തവന് എന്നെയും എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ നേരെ നിൽക്കുന്നത് ഒരാൾ കുരിശെ നേരെ നിന്നുകൊണ്ടാണ്. നമ്മളിപ്പോൾ നേരെ നിൽക്കുന്നത് ഒരാൾ കുരിശയിൽ നേരെ നിന്നതുകൊണ്ടാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രവാചകന്റെ പുസ്തകത്തിൽ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ രക്തത്താൽ സൗഖ്യപ്പെടുന്നു, അവൻ്റെ മുറിവുകളാൽ സൗഖ്യപ്പെടുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു. ആ സൗഖ്യം രോഗത്തിൽ നിന്ന് മാത്രമുള്ള കയറിവരവല്ല. ജീവിതം ഏതൊക്കെ നിരാശയിലേക്ക് കടന്നു പോയാലും എനിക്ക് പകരം വികാരിയസ് സഫറിങ്, എനിക്ക് പകരം ഒരാൾ കുരിശിൽ കയറി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ജോബിന്റെ പ്രാർത്ഥന നമ്മളൊന്ന് ഒരുമിച്ച് എല്ലാം 17:3. കർത്താവേ, ഏറ്റു പറഞ്ഞ കർത്താവേ, അങ്ങ് തന്നെ എനിക്ക് ജാമ്യം നിൽക്കണമേ. മറ്റാരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അതുകൊണ്ട് ആരും ഇല്ലെന്ന് പറഞ്ഞേക്കല്ലേ കേട്ടോ, ആരും ഇല്ലെന്ന് പറഞ്ഞേക്കൽ, ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞേക്കരുത്, ദൈവം കൈവിട്ടു എന്ന് പറഞ്ഞേക്കരുത്. മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു 1-ാം പ്രമാണ ലംഘനമാണ്. കർത്താവ് എന്നെ സഹായിക്കില്ലെന്ന് പറഞ്ഞാൽ. കാരണം കർത്താവിൻ്റെ സർവ്വശക്തിയെ നമ്മൾ മഹത്വപ്പെടുന്നുണ്ട്. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്ന്. ആ ദൈവം എന്നെ സഹായിക്കില്ലെന്ന് വെച്ചാൽ ആ ദൈവത്തിന് ശക്തി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം. കിട്ടുന്നുണ്ടോ? കൂടെ വരുമെന്നാണ് കർത്താവിൻ്റെ വാഗ്ദാനം. നമ്മളിവിടെ ഇരുന്ന് കർത്താവ് എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പനയുടെ ലംഘനമല്ലേ? കർത്താവ് പറഞ്ഞ വാക്കിനെ തള്ളിപ്പറയല്ലേ? ഐ ടെൽ യു, ഹി വിൽ ബി വിത്ത് യു ആൻഡ് ഹി ഈസ് വിത്ത് യു. കൂടെയുണ്ട്, ഇട്ടേച്ച് പോവില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 19-ാമത്തെ അധ്യായത്തിൽ ജോബ് മറുപടി പറയാണ്. ജോബിന്റെ വലിയൊരു മറുപടി. 19-ാമത്തെ അധ്യായം 25ഉം 26ഉം വാക്യങ്ങൾ. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എനിക്ക് വേണ്ടി ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ, ഈ വചനം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, നീ അനുഭവിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങളുടെ മേൽ കർത്താവിന് തരാനുള്ള ഉത്തരവ് ഇത് തന്നെയാണ്. എൻ്റെ കർത്താവ് അവസാനം വരെ എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 26-ാം വാക്യം ഉറക്കെ വായിച്ചോ. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. 2 വചനങ്ങൾ നമ്മൾ മുമ്പേ വായിച്ചായിരുന്നു. എന്നിട്ടും ജോബ് കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. എന്നിട്ടും ജോബ് നാവുകൊണ്ട് കർത്താവിനെ പഴി പറഞ്ഞില്ല. ഇവിടെ ജോബ് പറയാണ്, എൻ്റെ മാംസം, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ കർത്താവിനെ കാണും, അവനെ ആരാധിക്കും. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും കൂട്ടുകാരൊക്കെ സംസാരിക്കുന്നുണ്ട്. ജോബ് മറ്റൊരു മറുപടി പറയാണ്. 23-ാമത്തെ വാക്യം പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. 23-ാമത്തെ അധ്യായത്തിൽ ജോബിന്റെ മറ്റൊരു മറുപടി. 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു, അവിടുന്ന് എന്നെ പരീക്ഷ കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. 14-ാമത്തെ വാക്യം. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ഇത് ജോബ് പറയുമ്പോൾ ആ സാഹചര്യം ഒന്ന് ഓർക്കണം കേട്ടോ. അദ്ദേഹം 6 പാക്ക് ആയിട്ട് നിൽക്കുകയല്ല.
ഭാര്യയും കുഞ്ഞുങ്ങളും അടുത്ത് നിൽക്കുകയല്ല, സ്വത്തുവകകളൊക്കെ ഇങ്ങനെ ബാങ്ക് ബാലൻസ് ഒക്കെ ഇങ്ങനെ നിൽക്കുകയല്ല, സകലതും തകർന്നു നിൽക്കുന്ന സമയത്താണ് ജോബ് ഇത് പറയുക, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ഇതാണ് ഒരു ഭക്തൻ വിശ്വാസി തമ്മിലുള്ള വ്യത്യാസം. ഈശോയെ വിശ്വസിക്കുന്നവനും ഈശോയിൽ വിശ്വസിക്കുന്നവനും നമ്മളെ വ്യത്യാസം ഇതാണ്. ഈശോയെ വിശ്വസിക്കുന്നവർക്ക് പള്ളിയിലോട്ട് ഓടി വരാം. ഈശോയിൽ വിശ്വസിക്കുന്നവൻ പള്ളി കയറാൻ കാലുവേദന ഉള്ളപ്പോഴും മുട്ടയിലഴഞ്ഞും പള്ളി കയറും. കടം കയറി മുടിഞ്ഞു നിൽക്കുമ്പോഴും അവൻ ആരാധിക്കും. പ്രിയപ്പെട്ട ഒരു ഇട്ടേച്ചു പോയാലും, വീട്ടിലൊരു മരണം നടന്നാലും, എല്ലാം തകർന്ന് തരിപ്പണായി നിൽക്കുമ്പോഴും അവൻ ആരാധിക്കും. അവൻ തള്ളിപ്പറയില്ല. അവിടെ നമുക്ക് പറയാൻ പറ്റണം, എല്ലാം തകർന്ന് നിൽക്കുന്ന സമയത്തും ഇത് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റണം, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ശക്തിയോടെ പറ ഹല്ലേലൂയ. പലതരം നെഞ്ചോട് ചേർത്ത് പിടിച്ചേ പറഞ്ഞേ, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഈ ധ്യാനത്തിന്റെ അവസാനത്തെ കൈപിടുത്തം, അടുത്തിരിക്കുന്ന കയ്യപ്പിടി ഒന്ന് പുഞ്ചിരിച്ചോണ്ട് ആ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറ, നിനക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ചോദിച്ചേ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചേ. എന്നാ അവര് പറയുന്നേ? ഉണ്ടെന്നാണോ? ആണെങ്കിൽ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. 42-ാമത്തെ അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ, ജോബിന്റെ നീതീകരണം, അവസാനത്തെ അധ്യായമാണ്. ജോബ് ഇങ്ങനെ പറഞ്ഞു. ജോബ് കർത്താവിനോട് അവസാനമായിട്ടൊരു വാക്ക് പറയാണ്, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവിന് അസാധ്യമല്ല, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ ഒരു പദ്ധതിക്കും തടയാൻ ആരെക്കൊണ്ടും പറ്റില്ലെന്നും ഞാൻ അറിയുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത്രയും നേരം ഉപദേശിച്ച, കൂട്ടുകൂടിയ, വഴക്കൊക്കെ പറഞ്ഞ, തിരുത്തി കൊടുത്ത, നീ പാപിയാണെന്നൊക്കെ പറഞ്ഞ കൂട്ടുകാർക്ക് വേണ്ടി ജോബ് അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. 42-ാം അധ്യായം 10-ാം വാക്യം, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തു, അത് ഇരട്ടിയാക്കി കൊടുത്തു. ഒരു ക്ലൈമാക്സ് ആണ്. ഈ കൂടെ നിന്നവർക്ക് വേണ്ടി ജോബ് അവസാനം പ്രാർത്ഥിക്കുകയാണ്. ആ കൂടെ നിന്നവർ വഴക്കുണ്ടാക്കി, പരാതികൾ പറഞ്ഞു, കുറ്റപ്പെടുത്തി, പ്രാർത്ഥിച്ചു, കൂടെയിരുന്നു, നന്മയും തിന്മയും ഒക്കെ അവർ പറഞ്ഞു കൊടുത്തു. അവസാനം ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് ബോധ്യം കിട്ടി. ജോബ് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന് ഒടുക്കം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മൊമെന്റിൽ അവൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ അണക്കെട്ട് ഷട്ടർ തുറന്ന് പവറായിട്ട് ഇങ്ങ് ഒഴുകിയിറങ്ങാൻ തുടങ്ങി. ഇതുവരെ ഉണ്ടായ പോലെയുള്ള അനുഗ്രഹമല്ല. ഇതുവരെ ഉണ്ടായ അനുഗ്രഹം 10 രൂപയുടെ അനുഗ്രഹമാണെങ്കിൽ ഇപ്പോൾ അത് ഇരട്ടിയായിട്ട് വരികയാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നതിന് എനിക്ക് ഒരു മടി ഉളുപ്പും തോന്നാറില്ല. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ അനുഭവിക്കുന്ന ഒരേ വ്യക്തി, ഒരേ ഒരു കുടുംബം നിങ്ങളല്ല. ഇതുപോലെ സഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ശരിയാണോ? അവരെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ സ്നേഹിതരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ ആ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് എന്തായാലും ഈ സഹനത്തിന്റെ വേദന അറിയാലോ. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കർത്താവിലേക്ക് ആശ്രയിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മക്കൾ ഈ വഴി അറിഞ്ഞിട്ടില്ല. ഈശോയെ ആശ്രയിക്കേണ്ടതിന്റെ വില മനസ്സിലായിട്ടില്ല. മനുഷ്യരെ സഹായിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി ഇപ്പോഴും പുറത്ത് കിടന്ന് കരയുന്നുണ്ട് മനുഷ്യർ. അവർ ഈശോയെ അറിഞ്ഞിട്ടില്ല. നമ്മളെപ്പോലെ അവർ വചനത്തിന്റെ ശക്തി അറിഞ്ഞിട്ടില്ല. അവർക്ക് ഈ പ്രത്യാശയുടെ തിരുനാളം കിട്ടിയിട്ടില്ല. ഉള്ളതെല്ലാം കരിഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ പോലെ സഹനം അനുഭവിക്കുന്ന 10 പേർ എന്നാ സംഭവിക്കുന്നത് അറിയോ? ഇരട്ടി അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ അത് ഭൗതികമോ ആത്മീയമോ ആയിക്കൊള്ളട്ടെ, അവരെല്ലാം ഈശോയിലേക്ക് വരും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ സുവിശേഷ പ്രഘോഷങ്ങൾ ഒന്നാണത്. നിങ്ങൾക്ക് ചിലപ്പോൾ 10 രൂപ കൊടുക്കാം, 50 രൂപ കൊടുക്കാം, ഒരു വീട് പണിത് കൊടുക്കാം, നിങ്ങൾക്കൊരു കല്യാണം നടത്തി കൊടുക്കാം, നല്ല കാര്യം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, മത്തായി സുവിശേഷം 25-ാം അധ്യായം മാത്രമല്ല സുവിശേഷം. നഗ്നനായിരുന്നു, ഉടുപ്പിച്ചു, കാരാഗൃഹത്തിലായിരുന്നു, സന്ദർശിച്ചു. ഇത് മാത്രമല്ല ഈശോ പറഞ്ഞ നന്മ. കിടക്കുകയാണ് ഇഷ്ടം പോലെ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജോബിന്റെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരിക. പ്രേ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ പൊള്ളിയത് കൊണ്ട് ഈ പൊള്ളലിന്റെ ആഴം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിടികിട്ടുന്നുണ്ടോ?
ഈ കടത്തിന്റെ വേദന, ഈ രോഗത്തിന്റെ വേദന, ഈ മരണത്തിന്റെ വേദന എന്നാ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കടമുള്ള ഒരാൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും തീക്ഷ്ണമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വൈ അച്ഛന് കടമില്ല, നിങ്ങൾക്ക് കടമുണ്ട്. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? ഏതൊരു സഹനം അതാണ് നമ്മൾ ചിന്തിക്കും. വൈ എന്തിനാണത്? എന്തിനാണ് ഈ ശിക്ഷണം? തുടക്കത്തിൽ പറഞ്ഞില്ലേ, ചില ശിക്ഷണങ്ങൾ, ചില സഹനങ്ങൾ നീ ഒത്തിരി പേരെ സഹായിക്കാനും ഒരുപാട് പേർക്ക് പ്രചോദനമാകാനും വേണ്ടി കർത്താവ് ചില സഹനങ്ങൾ അനുവദിക്കും. തോറ്റു കൊടുത്തേക്കരുത്. കാരണം നീ ഇതിനെ അതിജീവിച്ച് കയറിയാൽ നിന്നെപ്പോലെ സങ്കടപ്പെടുന്ന കുറേ പേർക്ക് അതൊരു പവറായിരിക്കും. ഈ ചേച്ചിയെ കർത്താവ് സഹായിച്ചെങ്കിൽ, ഈ ചേട്ടനെ കർത്താവ് സഹായിച്ചെങ്കിൽ, ആ കർത്താവ് എന്നെയും സഹായിക്കും. ഒരു സുവിശേഷ പ്രഘോഷം നമുക്ക് നമ്മുടെ സഹനങ്ങളിലൂടെ നടത്താൻ പറ്റും. പിടികിട്ടുന്നുണ്ടോ? നമുക്കതുകൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല, അതിനുള്ള ധൈര്യം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. നമുക്ക് ഈ പരാതികൾ അവസാനിപ്പിക്കാം. എന്നിട്ട് ഈശോയോട് നന്ദി പറയാം ഈ സഹനം അനുവദിച്ചതിന്. അറിയാം ചങ്ക് പെടയോന്ന്, അറിയാം കണ്ണ് നിറഞ്ഞൊഴുകുമെന്ന്, അനുഭവിക്കുന്ന വേദന എന്നാന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിക്കാം. നമ്മുടെ മുമ്പിൽ ഇതൊരു വലിയ സുവിശേഷത്തിനുള്ള വാതിലാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സംഭവിച്ച അവസാനം ഇങ്ങനെയാണ്. 12-ാമത്തെ വാക്യം, 42:12. കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപിലെത്തിയതിനേക്കാൾ ധന്യമാക്കി. വിത്ത് ചുമന്നുകൊണ്ട് കരഞ്ഞു പോയവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ തിരിച്ചു വരും. ഞാൻ നിന്റെ വായിൽ ആഹ്ലാദത്തിൻ്റെ പൊട്ടിച്ചിരി വെക്കുമെന്ന് പറഞ്ഞ കർത്താവാണ്. നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ കർത്താവാണ്. പറ്റിക്കില്ല. ആത്മധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കുക. ഹെബ്രായർ 10:32 മുതലുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കാൻ ലേഖകന കർത്താവ് പറയുന്നുണ്ട്. കഴിഞ്ഞ കാലത്തിൻ്റെ സഹനങ്ങളെ അതിജീവിച്ചത് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പൗലോസിനെ പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ ധൈര്യമുണ്ട്, കാരണം ഞങ്ങൾ വിശ്വാസത്താലെ കാണുന്നു. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ രണ്ടൊന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ ഞങ്ങളെപ്പോലെ, ഞങ്ങളുടെ കുടുംബത്തെ പോലെ, ഞങ്ങളുടെ ജീവിതങ്ങളെപ്പോലെ സഹനം അനുഭവിക്കുന്ന 10 പേരെ ഈ കയ്യിലെടുത്ത് തരിക. ഈ 10 വിരലുകളിൽ 10 വ്യക്തികളെ തരിക. ഈശോ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേരെ, അറിയത്തില്ലാത്തവരെ, ആ 10 പേർക്ക് വേണ്ടി ഞങ്ങൾ എന്തനുഭവം, ഞാൻ എന്ത് വേദനയിലൂടെ കടന്നു പോകുന്നോ ആ വേദനയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കാം. ഈശോ ഈ സമയം അവരിലേക്ക് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ഈശോയെ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഈശോയെ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ മരിക്കും. ഇന്നത്തെ ഒരു ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ തന്നെ. പഴയ നിയമത്തിൽ മോശയോട് പറഞ്ഞ ആ വാക്ക്, ആ ദൈവം ഈശോ ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ, നമ്മൾ ആരാധനയിൽ നമ്മൾ അവന്റെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ. ആ ദൈവം ഈശോ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ മരിക്കും. പാപങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ സങ്കടങ്ങളിൽ, നിങ്ങളുടെ പരാജയങ്ങളിൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മരിക്കും.